അപ്പോൾ നിങ്ങൾക്ക് എന്താ ടോപ്പിക് അറിയാമെന്ന് തോന്നുന്നു? ഒരു ഐഡിയ ഇല്ല. നിനക്കറിയാമോ? ഇല്ല, എനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എന്ത് ഇന്ന് ടോപ്പിക് ഉണ്ടോടെ? ഇന്ന് ടോപ്പിക്കൊന്നും ഇല്ല. കുറേ ആലോചിച്ച് ടോപ്പിക് ഇല്ല. പക്ഷേ അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് ചുമ്മാ അതൊരു ജനറൽ ക്വസ്റ്റ്യൻസ് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ചുമ്മാ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ചിലപ്പം ഇങ്ങനത്തെ ടോപ്പിക്സ് ആയിരിക്കും വേറെ റെഗുലർ ആയിട്ട് നമ്മുടെ ഓഡിയൻസിനും മനസ്സിലേക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണും. അപ്പം അവർക്കൊരു ആൻസർ കിട്ടുന്ന പോലെ. എനിക്കിവിടെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പക്ഷേ എനിക്ക് ഇഷ്ടമായിട്ടുള്ള ഞാൻ ക്വസ്റ്റ്യൻസ് പിക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടി. അപ്പം അപരാധമൊന്നുമല്ലല്ലോ ഒരു അപരാധമൊന്നും ഇല്ല. ഞാൻ പറഞ്ഞില്ല, ബേസിക് ജനറൽ ക്വസ്റ്റ്യൻസ് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന, മറ്റവരുടെ ലൈഫിനെ ബാധിക്കുന്ന. അതിപ്പം നമുക്കും നമ്മുടെ ഉണ്ടാക്കി ഇതൊക്കെ നമ്മൾ ഇന്ന് വന്ന് ടോപ്പിക് ഡിസ്കസ് ചെയ്തപ്പം ടോപ്പിക് കിട്ടാതിരുന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് പേനയും കൊണ്ട് സ്ക്രിബിൾ ചെയ്തു. അപ്പം കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ കിട്ടി. അപ്പം നമുക്ക് തുടങ്ങാം. നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് നേരെ അങ്ങ് തുടങ്ങാം. ഓക്കെ. അപ്പം എൻ്റെ ആദ്യത്തെ ക്വസ്റ്റ്യന് ആനന്ദിന് വേണ്ടിയാ. ആദ്യം നമ്മൾ കൊലക്കി കൊടുക്കുന്ന ആനന്ദിനെയാണ്. അപ്പൊ ആനന്ദ്, തനിക്ക് ഫ്രണ്ട്ഷിപ്സിനെ കുറിച്ച് എന്തോ അഭിപ്രായം? വാട്ട് ആർ യുവർ വ്യൂസ് അബൌട്ട് ഫ്രണ്ട്ഷിപ്സ്? തീർന്നില്ല. ദാറ്റ്സ് ദ ഫസ്റ്റ് പാർട്ട്. ഫോളോ ക്വസ്റ്റ്യൻ ഉണ്ട്. ഡു യു തിങ്ക് ഇറ്റ് ഇവോൾവ്സ് വിത്ത് ടൈം? സമയം അനുസരിച്ച് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് ചേഞ്ച് ആവുമോ, അല്ലെങ്കിൽ മെച്യൂർ ആവുമോ? പിന്നെ നമ്മൾ എങ്ങനെയോ വലുതാവുന്നു, നമ്മുടെ ഫ്രണ്ട്ഷിപ്സിന് വേറെ അർത്ഥങ്ങൾ ഉണ്ടാവുമോ? ആസ് ഇൻ റിലേഷൻഷിപ്സ് അല്ല, നമ്മുടെ ജനറൽ ഫ്രണ്ട്ഷിപ്പ് തന്നെ സംടൈംസ് ഇറ്റ് ചേഞ്ചസ് ഇൻ ടു ബ്രദർഹുഡോ അല്ലെങ്കിൽ വി ഗെറ്റ് മോർ ക്ലോസ്. അപ്പം നമ്മൾ തുടങ്ങിയ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച്. അപ്പോൾ യു ക്യാൻ സ്റ്റാർട്ട് വിത്ത് ദാറ്റ്. വാട്ട് ആർ യുവർ വ്യൂസ് അബൌട്ട് ഫ്രണ്ട്ഷിപ്പ് ഇൻ ജനറൽ? പല ടൈപ്പ് ഫ്രണ്ട്ഷിപ്പ് എനിക്കുണ്ട് ആക്ച്വലി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈൽഡ്ഹുഡ് മുതലുള്ള ഫ്രണ്ട്സ് ഉണ്ട് എനിക്ക്, ഇപ്പോഴും ടച്ചിലുണ്ട്. നമ്മൾ ഒന്നിച്ച് ട്രിപ്പിന് പോകാറുണ്ട് എല്ലാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കോർ ഫ്രണ്ട്സ്, പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ്, പിന്നെ കാഷ്വൽ ഫ്രണ്ട്സ്, പിന്നെ ചിലവരുണ്ട് ലൈക്ക് ജസ്റ്റ് ഇങ്ങനെ വന്ന് നമ്മൾ ഇതുപോലെ എന്താ പറയുക, വർക്ക് പ്ലേസിലുള്ള ആൾക്കാരൊക്കെ പോലെ ചുമ്മാ കണ്ട് നമ്മൾ അവരുടെ അടുത്ത് വർത്തമാനം പറഞ്ഞു പോവും. അവിടെ നമ്മൾ ഫ്രണ്ട്സ് ആണോ ആണ് കാര്യങ്ങൾ എന്താ ബോസിനെ പറ്റി കുറ്റം പറയുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും. പാരദൂഷണം പച്ചയ്ക്ക് പറഞ്ഞാൽ അത് കഴിഞ്ഞാൽ, പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ ഉള്ളൂ, ലിമിറ്റ് തീർന്നു. പിന്നെ എനിക്ക് എൻ്റെ പേഴ്സണലി എന്ന് പറഞ്ഞാൽ എൻ്റെ വൈബിനെ സെറ്റ് ആവണം. അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പാടാണ് ഒരാളുടെ കൂടെ ഇതാവുക എന്നൊക്കെ പറഞ്ഞാൽ, ഫ്രണ്ട്ഷിപ്പ് വെച്ചടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. പിന്നെ അത് ക്യാരക്ടറിനനുസരിച്ചിരിക്കും. പിന്നെ എനിക്ക് ടൈം ഒരു ഇതായിട്ട് തോന്നുന്നില്ല, ഒരിക്കലും ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം വേവ് ലെങ്ത് അല്ലെങ്കിൽ ഒരു കുറച്ചും കൂടി ഒരു ഇതുള്ള ആൾക്കാർ, അതായത് നമ്മളെ സെയിം ഇൻട്രസ്റ്റ് അങ്ങനത്തെ ഒരു ഇതൊക്കെ വരുമ്പോൾ അത്ര കാലം വേണ്ട. ഈവൺ ആശിഷും ഇവരൊക്കെ തന്നെ കുറച്ച് കാലമായിട്ടുള്ളൂ. പക്ഷേ അതാണ് എന്താ പറയുക ആ ബിലോങ്ങിങ് തോന്നി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതാവും. 7 വർഷമായിട്ടും ഇത്രയും ബിലോങ്ങിങ് തോന്നാത്ത ആൾക്കാരുണ്ട് ഇപ്പോഴും. അതാണ് എൻ്റെ ഒരു വ്യൂ ഓഫ് പോയിന്റ്. അപ്പോൾ അലനോ, ഫ്രണ്ട്ഷിപ്പ് തന്നെ മാത്രം എന്താ പറയാനുള്ളത്? പക്ഷെ ഭയങ്കര ചൂസ് ചെയ്യാൻ കാര്യത്തില്ല, അതാണ് പറഞ്ഞത്. അത് ശരിയാ. എനിക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാൻ എനിക്കൊരു പാടാ. ഞാൻ നോക്കിയിട്ട് കുറേ സമയം എടുക്കും. പിന്നെ അത് ശരിയായി വരാനൊക്കെ സമയം എടുക്കും. എന്താണെന്ന് അറിയാൻ പറ്റില്ല. ഞാൻ ഭയങ്കര ചൂസ് ചെയ്യാം. ശരിയാ, നീ പറഞ്ഞത് ശരിയാട്ടോ. ഞാൻ ഭയങ്കര ചൂസ് ചെയ്യാണ്. ഞാൻ അലനെ കണ്ടപ്പം നമ്മൾ 2021 നമ്മളെല്ലാരും കണ്ടുമുട്ടി. പിന്നെ 2-3 ആയപ്പോൾ നമ്മളെല്ലാരും പല പല വഴിക്ക് പോയി. പിന്നെ ഇപ്പോഴാണ് ഞാൻ ശരിക്കും ആനന്ദിന്റെ ത്രൂ ആയിട്ട് നല്ലോണം ഇപ്പം നമ്മൾ നല്ലോണം കണക്റ്റഡ് ആണ്. എനിക്ക് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ ഉണ്ട്. എനിക്ക് മോസ്റ്റ്ലി നോർത്ത് ഇന്ത്യ, ഞാൻ അവിടെ ആയിരുന്നുകൊണ്ട് എനിക്ക് അവിടെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. പറഞ്ഞ പോലെ ആനന്ദ് പറഞ്ഞ പോലെ എനിക്ക് ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സും ഉണ്ട്. എനിക്ക് സ്കൂളിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട് പോലെ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും ഞങ്ങൾ ടച്ചിലാണ്. ഷൗട്ട് ഔട്ട് ടു സുനീൽ, കൊടുത്തേ കാര്യം. അപ്പം പിന്നെ അതിൻ്റെ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പം ഞാൻ കാനഡ വന്നിട്ട് എൻ്റെ വ്യൂ പോയിന്റ് ഇതാണ്. കാനഡ വന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടാക്കുമ്പം യു ഹാവ് ടു ബി വെരി കെയർഫുൾ ഫസ്റ്റ് ഓഫ് ഓൾ. അത് കഴിഞ്ഞ് നിങ്ങൾ ഇവിടെ ഒരു സെറ്റ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയിട്ട് ഐദർ ഇറ്റ് ക്യാൻ ഗോ എ വെരി ലോങ് വേ. നമുക്ക് സമയത്തിൻ്റെ കൗണ്ടൊന്നും കാണത്തില്ല, അല്ലെങ്കിൽ പിന്നെ കാണത്തില്ല, അത്രേ ഉള്ളൂ. ഒന്നെങ്കിൽ പോവും ലോങ് ടൈം, അല്ലെങ്കിൽ അവിടെ തന്നെ തീരും. ദാറ്റ്സ് ഇറ്റ്. ആനന്ദിന് എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. അപ്പം ശരി, എല്ലാവർക്കും ഉണ്ട്. എനിക്കിപ്പോൾ റീസെൻ്റ്ലി ഉണ്ടായതല്ലോ. അതിപ്പോൾ നമുക്ക് ഇത്
അത് ഇവിടെ ഡിസ്കസ് ചെയ്യണ്ട നമുക്കല്ലേ. അത് നമുക്ക് ഇവിടെ ഡിസ്കസ്, അത് കുറെ ഇതാവും. പക്ഷെ ഇൻ ജനറൽ എനിക്ക് തോന്നുന്നു ഫ്രണ്ട്ഷിപ്സ് എന്നൊക്കെ ഇറ്റ്സ് ലൈക്ക് ഡിപ്പെൻഡ്സ് അപ്പോൺ പീപ്പിൾ ടു പീപ്പിൾ, ആൾക്കാർക്ക് എങ്ങനെ കൺസീവ് ചെയ്യുന്നത്. പക്ഷേ ഇറ്റ്സ് എ ഗുഡ് തിങ് ടു ഹാവ് ഇൻ ലൈഫ്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നോ, നമ്മൾ ഏജ് ആവും തോറും ഫ്രണ്ട്സിനെ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി കുറഞ്ഞു വരുന്ന പോലെ തോന്നുന്നുണ്ട്. എനിക്കുണ്ട്. പുതിയൊരാളെ കാണാൻ തന്നെ എനിക്ക് ഇതാണ്, ഞാൻ അവരോട് വർത്തമാനം പറയണം, അത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ സത്യം. അത് എനിക്ക് തോന്നുന്നത് എല്ലാവർക്കും ആ ഒരു കോമൺ ഫാക്ടർ ഉണ്ട്. നിനക്കൊക്കെ പ്രായമായി അതിന്റെ, എനിക്ക് നേരത്തെ ആയി തുടങ്ങി. ഞാൻ ഇപ്പോഴും പ്രായം ആയിക്കൊണ്ടിരിക്കും. പിന്നെ ആ മാത്രമല്ല, ഒരു നമ്മളെല്ലാവരും ഒരു ബബിളുടെ ഉള്ളിലേക്ക് പോയി, ആരും വേണമെന്നില്ല ശരിക്കും പറഞ്ഞാല്. പണ്ട് എന്ന് പറഞ്ഞാല് അല്ലെ, പണ്ടൊക്കെ ഉണ്ടല്ലോ, പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ പണ്ട് നമുക്ക് റിസോഴ്സസ് കുറവാണ്. അതെ, അതായത് ഇപ്പോൾ ഒരു ചുറ്റുവട്ടത്തിൽ മൊത്തമായിട്ട് ഒരാളുടെ വീട്ടിലായിരിക്കും ടി വി ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ക്ലബ്ബ്. ആ ടി വി ഒക്കെ ഒരു വീട്ടിലുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ഫോണൊക്കെ ഒരു വീട്ടിലുണ്ടാവുള്ളൂ. അപ്പം എല്ലാവരും ആ വീട്ടിലായിരിക്കും ചെന്നിരുന്ന് ടി വി കാണുന്നതും മറ്റേ ഗെയിംസ് വരുമ്പോൾ കാണുന്നതും മറ്റേ ഫോൺ കാണുന്നതും. അപ്പം എല്ലാവർക്കും ആ ഒരു ആവശ്യമുണ്ട്. അതെ, സോഷ്യലൈസിങ് പണ്ടുണ്ടായിരുന്നു. അല്ല, പണ്ട് അതിനൊരു ആവശ്യം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഒരു കാറ് ഒരു വീട്ടിലുണ്ടാവുള്ളൂ. ഇപ്പം എന്തെങ്കിലും ഹോസ്പിറ്റൽ ആവശ്യം വന്നാൽ അവനെ ഡിപ്പെൻഡ് ചെയ്ത് പോകേണ്ടി വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ. ഇപ്പം എല്ലാവർക്കും എല്ലാം ഉണ്ട്. അങ്ങനെ ഡിപ്പെൻഡൻസി കുറഞ്ഞു തുടങ്ങി. അതെ, പിന്നെ അതല്ല, ഐ തിങ്ക് ഷൗട്ട് ഔട്ട് ടു അവർ ജനറേഷൻ. എനിക്ക് നമ്മുടെ ലാസ്റ്റ് ജനറേഷനാണ് വെളിയിറങ്ങി നമ്മൾ കളിച്ചിട്ടൊക്കെ ഉള്ള ക്രിക്കറ്റും ഫുട്ബോളും. ഇപ്പോഴത്തെ ഞാൻ പിള്ളേരെ കണ്ടിട്ട് ദേ ആർ ഓൺലി ഓൺ ദെയർ ഐപാഡ്സും ഫോണും. അങ്ങനെ പറയാൻ. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ടർഫിലൊക്കെ പോണേ. പിന്നെ എന്താ, നമ്മുടെ പണ്ട് പാടത്തോടി കാലോടിക്കുക പോലെ കൊടുക്കണ്ട. പക്ഷെ അതല്ലായിരുന്നു ഒരു നാച്ചുറൽ സെറ്റിംഗ്. നമ്മൾ വെളിയിൽ പോയിട്ട് നമുക്കൊരു എൻഡ്യൂറൻസ് ഉണ്ടെന്ന് എനിക്ക് പറയാൻ. ജനറേഷൻ ഗ്യാപ്പ് പോലെ നമ്മൾ തന്തവായി പോലെ ഇപ്പൊ പറയും, അവരെല്ലാം നമ്മളിരുന്ന് അടിപൊളിന്ന്. നമ്മളിപ്പോ ആ ഏജിലെത്തി. നമുക്കത് പറയാൻ പറ്റില്ല. എല്ലാം ഓരോ സമയത്ത് എല്ലാവരും ഓരോ രീതിയിൽ എൻജോയ്. അതെ അതെ, നമ്മൾ ആ സമയത്തായിരുന്നെങ്കിൽ അതുപോലെ എൻജോയ് ചെയ്യും. ഇപ്പോൾ ഉള്ള സാധനം, ഇപ്പോൾ ഉള്ള റിസോഴ്സ് പോലെ നമ്മൾ എൻജോയ് ചെയ്യണം. അന്നുള്ള റിസോഴ്സ് പോലെ അന്ന് നമ്മൾ എൻജോയ് ചെയ്തു. അതെ, ഇതാണ് ഞങ്ങളുടെ ഒപ്പീനിയൻ. ഓക്കെ, അത് നല്ല ഒപ്പീനിയൻ ആയിരുന്നു. ക്വസ്റ്റ്യൻ നല്ലതായിരുന്നു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ ഇന്ത്യയിലുള്ള ഒരു സാധനമാണ് സെൻസർ ബോർഡ് എന്ന് പറഞ്ഞ്. എനിക്ക് ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ സെൻസർ ബോർഡ് റിലേറ്റഡ് എന്ന് വെച്ചാൽ നിങ്ങൾ രണ്ടുപേരോട് സെൻസർ ബോർഡ് ഓഫ് മൂവീസ്. അതന്നെ, യെസ്, സെൻസർ ബോർഡ് മൂവീസിനല്ല, വേറെ എന്തെങ്കിലും ഇല്ലല്ലോ? വേറെ എന്തെങ്കിലും ഉണ്ടോ? എനിക്കറിയില്ല. അല്ല, അതിനുള്ള എനിക്ക് സെൻസർ ബോർഡ് അതിനല്ല പറയുന്നത്. എല്ലാത്തിനും ഉണ്ടാവില്ലേ, ആഡ് മീഡിയ എല്ലാത്തിനും ഉണ്ടാവില്ല. അതെല്ലാം ഒരു റൂഫിന് അണ്ടർ, ഫിലിം, സോങ്സ്, ആഡ് മീഡിയ, അതിനെല്ലാം. ഓക്കെ, അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ വെച്ചാൽ നിങ്ങൾക്ക് എന്തോ തോന്നുന്നു, സെൻസർ ബോർഡ് ഇന്ത്യക്ക് ആവശ്യമുണ്ടോ, അതോ ഇതൊരു പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആൻഡ് അലൈൻഡ് ഉള്ള സംഭവമാണോ? വല്ലാത്തൊരു ചോദ്യമാണ് കേട്ടോ. പൊളിറ്റിക്കലി ആണല്ലോ, എല്ലാം പൊളിറ്റിക്കലി ആണ്. അത് പൊളിറ്റിക്കലി തന്നെയാണ്. എന്ന് വെച്ചാല് അത് നമ്മൾക്കിപ്പോ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പൊളിറ്റിക്സ് അനുസരിച്ച് കാര്യങ്ങൾ നടക്കുന്ന പോലെ തോന്നും. ഒരു ടൈപ്പ് ഓഫ് പേരിടാൻ പറ്റില്ല, ഒരു ടൈപ്പ് ഓഫ് സീന് വെക്കാൻ പറ്റില്ല. എന്തായിരുന്നു, സെൻസർ ബോർഡ് അലോ ചെയ്യില്ല, കട്ട് ചെയ്യാൻ പറയും, ഇറക്കില്ല. ചില സ്ഥലത്ത് നമ്മൾ വിഷ്വലി VFX വെച്ചിട്ടൊക്കെ കാര്യങ്ങൾ മാറ്റിയെടുക്കും. ഒരു സമയം പട്ടാനിലായിരുന്നു, മറ്റേ സാഫ്രൺ കളറിൽ സാരി, മറ്റേ ആരാ ഡാൻസ് കളിച്ചപ്പോൾ ഹീറോയിനടുത്ത് അതെന്തോ മാറ്റിച്ചത്, കളറൊന്ന് മാറ്റിച്ചോ? അത് സെൻസർ ബോർഡ് ആയിരുന്നു, അത് ലോക്കൽ ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കിയതാണ്. അവരുടെ പ്രഷർ കാരണം സെൻസർ ബോർഡ് മാറ്റും. പക്ഷേ സെൻസർ ബോർഡ് എന്ന് പറയുന്നത് ഈ സെൻസർ ബോർഡ് തന്നെ, പക്ഷെ നെറ്റ്ഫ്ലിക്സിൽ ബാധിക്കില്ല. നെറ്റ്ഫ്ലിക്സിലെ തൊടാൻ പറ്റില്ല, അതൊരു വെളിയിലുള്ള ഒരു ഓർഗനൈസേഷൻ ആയതുകൊണ്ട്. അതന്നെ. അപ്പൊ സെൻസർ ബോർഡ് കൊണ്ടുള്ള, പക്ഷേ ഇപ്പൊ സെൻസർ ബോർഡ് നെറ്റ്ഫ്ലിക്സിലും പറയുന്നുണ്ട് മുതൽ എന്തോ അവർക്ക് അവർ ട്രൈ ചെയ്യുന്നുണ്ട് ഈ റൂൾ പാസ് ചെയ്യാൻ. പക്ഷെ അവർക്ക് അങ്ങനെ പറ്റുന്നത് വെച്ചാൽ അത് വേറൊരു ബോഡിയെ ഗവൺ ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സ് ഒക്കെ ഇവിടുത്തെ ആയതുകൊണ്ട്. ആമസോൺ ഒക്കെ ശരിയാ, ഇന്ത്യക്ക് വേണ്ടി വേറൊരു പ്ലാറ്റ്ഫോമാണ്, ഓരോ കാനഡയ്ക്ക് വേണ്ടി അങ്ങനെ ഓരോ പ്ലാറ്റ്ഫോം. പക്ഷെ നെറ്റ്ഫ്ലിക്സ് ഒറ്റ ഇതാ എല്ലാവർക്കും. പക്ഷെ അങ്ങനെ പറയുമ്പോൾ ഒരു ഡൗട്ട് ഉണ്ട്, ഈ നെറ്റ്ഫ്ലിക്സ് ഇവിടെ കിട്ടുന്നതല്ല UK കിട്ടുന്നത്, ഇവിടെ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. ഏത് നമ്മുടെ നമ്മള് VPN വെച്ച് ഇന്ത്യ നമ്മൾ വല്ലതും സ്ട്രീം ചെയ്യാറുണ്ടല്ലോ, കുറച്ച് ഷോ ഇവിടെ കാണാത്ത അവിടെ കാണാൻ പറ്റും. അങ്ങനെ ഒരു ഇതുണ്ട്. ഞാൻ വിചാരിച്ചു കോമൺ ആയിരിക്കും നെറ്റ്ഫ്ലിക്സ്. ഇല്ല, കോമൺ അല്ല. കാരണം ആമസോണിൽ കുറെ ഉണ്ട്, കുറെ മലയാളം പടമൊന്നും നമ്മുടെ ഇവിടെ കിട്ടില്ല. ലൈക്ക് നെറ്റ്ഫ്ലിക്സിന് ഇഷ്യൂ എന്ന് വെച്ചാൽ നെറ്റ്ഫ്ലിക്സ് ഗവർണിംഗ് ബോഡി ഇവിടെ US അപ്പൊ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റാത്ത. പിന്നെ എനിക്ക് തോന്നുന്നു സെൻസർ ബോർഡ് പിന്നെ പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ് ആണോന്ന് ചോദിച്ചാൽ
ആണ്. ഞാൻ എൻ്റെ അണ്ടർസ്റ്റാൻഡിങ് എനിക്ക് തോന്നുന്നു സെൻസർ ബോർഡ് ഷുഡ് ബി ലൈക്ക് ഒരു സിനിമ കണ്ടിട്ട് നിങ്ങൾ റേറ്റ് ചെയ്യൂ. അത് A ആണോ R ആണോ R-rated ആണോ PG-13 ആണോ, എനിക്കും അത് തന്നെ പറയാനുള്ളത്. നിങ്ങൾ അത് ചെയ്തിട്ട് പറഞ്ഞ ഇപ്പൊ ഇവിടെയുള്ള സെൻസർ US-ലുള്ള സെൻസർ ബോർഡോ അല്ലെങ്കിൽ ഹോളിവുഡ് എവിടെയുള്ള സെൻസർ ബോർഡ് ആണെങ്കിലും അവര് റേറ്റേ ചെയ്യണുള്ളൂ. റേറ്റ് ചെയ്യുന്നു. മറ്റേതൊരു ആർട്ട് ഫോം ആണ്, അതിനകത്ത് കയറി തൊടാനുള്ള അവകാശം ഇവർക്ക് ശരിക്കും ഇല്ല. നിങ്ങൾ കട്ടും അതൊക്കെ നിങ്ങൾ എന്ത് കട്ട് ചെയ്യണം, എന്ത് നിങ്ങൾ R-rated വെച്ച ഓഫ് കോഴ്സ് അത് പിള്ളേർക്ക് കാണാൻ പറ്റത്തില്ല. അപ്പം അത് അവിടെ തന്നെ റെസ്ട്രിക്ഷൻ ആയി. പക്ഷെ ഒരു ഇതുണ്ടായി, നമ്മുടെ നാട്ടില് കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ചെന്നൈയിൽ ഒരു പ്രാവശ്യം കോൺജറിങ് കാണാൻ പോയി. അന്ന് തന്നെ കാണുമ്പോൾ ഏജൊന്നും തോന്നിയില്ലായിരുന്നു, 18 വയസ്സായൊന്നുമില്ല. എനിക്ക് ലൈസൻസ് കാണിക്കേണ്ടി വന്നു, ബിക്കോസ് അത് +18 ആയിരുന്നു കൺസിഡർ ചെയ്തിരുന്നത്. ഞാൻ കേരളത്തിൽ ഒരു തിയേറ്ററിലും അങ്ങനെ എന്റെ അടുത്ത് Conjuring 2 ഞാനും കാണാൻ പോയപ്പോ എന്നോടും ലൈസൻസ് ചോദിച്ചായിരുന്നില്ലേ? എനിക്കൊന്ന് ഔട്ട് ഓഫ് കേരള മാത്രമേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ രണ്ടുപേരോട്. അതായത് ഇപ്പോൾ സെൻസർ ബോർഡ് അതിനകത്ത് ആക്ട് ചെയ്യണോ വേണ്ടോ എന്ന് അറിയാനാണ് ഈ ഒരു സിറ്റുവേഷനിൽ. അതായത് ഇപ്പോൾ ഇപ്പോൾ മറ്റേ സിനിമയിൽ മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്, അതിലവൻ വില്ലനാണല്ലോ. അല്ല വില്ലനല്ല, ഹീറോ ആണ്, ആന്റി ഹീറോ ആണ്. പക്ഷെ അവനെ എന്താ പറയണേ പ്രൈസ് ചെയ്തിട്ടാണല്ലോ കാണിക്കുന്നത് ആ സിനിമ മൊത്തം. അപ്പോൾ അവൻ ഒരു പെണ്ണിനെ മിസ്ബിഹേവ് ചെയ്യണതോ, ഒരു ബാക്കി കൊലപാതകം എല്ലാം അതിനകത്ത് ചെയ്യുന്നുണ്ട്, കുഴപ്പമുണ്ടായില്ല. ഒരു പെണ്ണിനെ മിസ്ബിഹേവ് ചെയ്യണതോ, ഒരു പെണ്ണിനെ റേപ്പ് ചെയ്യണതോ, അല്ലെങ്കിൽ അങ്ങനെ ഒരാളാണെന്ന് ഒരു ഹീറോ എന്ന് നമുക്ക് പോർട്രേ ചെയ്ത് ഒരാൾക്ക് ഇറക്കാൻ പറ്റുമോ? ഇറക്കാൻ പറ്റണമെന്നേ ഞാൻ പറയുള്ളൂ. ഇറക്കാൻ പറ്റണമെന്നേ ഞാൻ പറയുള്ളൂ. ഇറക്കാമോ ഇറക്കാൻ പാടില്ലയോ? അതോ ഇറക്കി കഴിഞ്ഞാൽ ഇവര് ഇടപെടണോ? എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല പറഞ്ഞത്. അതായത് നെഗറ്റീവ് ക്യാരക്ടർ ഒരു ഫീമെയിലിനോട്, നെഗറ്റീവ് ക്യാരക്ടർ പക്ഷെ ഹീറോ ആണ്. ജോക്കർ സിനിമയില്ലേ, ജോക്കർ സിനിമേന്റെ അകത്ത് നെഗറ്റീവ് ആണ് പുള്ളി. പുള്ളി ഹീറോ അല്ലേ? പുള്ളി ഹീറോ ഒന്നും, പക്ഷെ പുള്ളി ലീഡാ, പുള്ളിയുടെ സിനിമ അല്ല, പുള്ളി ആന്റോഗനിസ്റ്റ്, പുള്ളി വില്ലൻ അല്ലേ? പുള്ളി എല്ലാരും അതിൽ മർഡർ ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അത് പക്ഷെ ഇത് നമ്മുടെ നാട്ടിലേക്ക് വന്നാൽ എങ്ങനെ ഇരിക്കും എന്നാണ് ചോദിച്ചത്. പ്ലസ് അതിലൊരു ഫീമെയിലിന് എന്തെങ്കിലും ചെയ്യുന്നതും കൂടെ ആണെങ്കിലോ, ഒരാളെ കൊല്ലുന്നത് പ്രശ്നമില്ല. അല്ല, അത് കാണിക്കണം, അത് കാണിക്കുന്നത്. പക്ഷെ അതൊരു ഹീറോ ആണല്ലോ, ആന്റി ഹീറോ ആണല്ലോ. കഥ പറയുമ്പോ അങ്ങനെ ആവണമെന്നില്ല. സെന്റർ ചെയ്തിട്ടുള്ള കഥയാണ്. നമ്മളെ സിനിമകളിലൊക്കെ കൂടുതൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെയിൻ ക്യാരക്ടർ വേണം, അത് നായകനായിരിക്കണം, പോസിറ്റീവ് സൈഡ് മാത്രം അങ്ങനെ നോക്കാം. ആ സംഭവം അതിന്റെ പോസിറ്റീവ് സംഭവം അല്ല, ഇത് വില്ലന്റെ കഥയാണ്. അത് വില്ലന്റെ കഥ. അപ്പൊ വില്ലൻ ചെയ്ത ക്രൂരത കാണിച്ചേ പറ്റൂ, എന്നാലേ സ്റ്റോറി ടെല്ലിംഗ് ഫുൾ ആവും. അപ്പോൾ ആൾക്കാർ വന്ന് പറയരുത് മറ്റേ പെണ്ണുങ്ങൾക്കെതിരെ അത് മറ്റേ എന്താ പറയുക, ഇതൊരു അതാണോന്നോ, പെണ്ണുങ്ങൾക്കെതിരെ അത് കാണിക്കുന്നത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണമെന്നൊന്നും പറയരുത്. അല്ല, ആൾക്കാർ പറഞ്ഞോട്ടെ, ആൾക്കാരെ സ്വാതന്ത്ര്യം അവർ പറഞ്ഞോട്ടെ, പക്ഷെ സെൻസർ ബോർഡ് അതിലൊന്നും ചെയ്യരുത്. ഒരു മൂവി ഇറങ്ങിയിട്ട് അതിന്റെ പേരിൽ ഡിബേറ്റ്, അതിന്റെ പേരിൽ ഡിസ്കഷൻ, മൂവിയുടെ അർത്ഥം എന്ന് വെച്ചാൽ സൊസൈറ്റിയിൽ എന്തോ നടക്കുന്ന അതിന്റെ റിഫ്ലക്ഷൻ ആണ് അതിന്റെ വിഷൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ തന്നെ ദുരന്തർ വന്ന് 2 പാട്ടും വന്ന് നമ്മളെല്ലാരും 2 പാട്ട് കണ്ടിട്ടുണ്ട്. ക്വൈറ്റ് ലെങ്തി മൂവി. പക്ഷേ നാട്ടിലില്ല, ഇവിടെ നമ്മൾ കണ്ട സീൻസ് ഇന്ത്യയിലില്ല. അത് ഓക്കെ, സീൻസ് എന്ന് പറയുന്നത് ഒരാളുടെ തല വെട്ടിയിട്ട് ആ തല വെച്ച് ഫുട്ബോൾ കളിക്കുന്ന ഒരു സീനുണ്ട്. അത് ഇന്ത്യയിൽ കാണിക്കുമായിരിക്കും, ഇല്ല, അത് കട്ടാണ്, അതില്ല. ആ ഇവിടുത്തെ റൺ ടൈമും ഇന്ത്യയിലെ റൺ ടൈമിൽ ഒരു 20 മിനിറ്റിന് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അവര് കുറെ സാധനങ്ങൾ കട്ട് ചെയ്ത്, ഞാൻ ഇതല്ല പറയുന്നത് അയ്യോ കാണിച്ചിട്ട് ആൾക്കാർ ഇൻഫ്ലുവൻസ് ആകാനല്ല. ജാനകി വേഴ്സസ് എന്തായിരുന്നു അതിനകത്ത് ആ പേര് മാറ്റിക്കാൻ പറഞ്ഞില്ല. ജാനകി എന്നുള്ള പേര് എന്തായിരുന്നു, ഒരു ഹിന്ദു സംഭവം ആ പേര് മാറ്റി. അപ്പം എനിക്ക് പറയാനുള്ളത് വെച്ചാൽ സെൻസർ ബോർഡ് വെറും റേറ്റ് ചെയ്തിട്ട് വിട്ടേക്കുക. ബാക്കി നിങ്ങൾ എന്തും കാണിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ, അത് ഡയറക്ടർ ഡിസൈഡ് ചെയ്തത്. എനിക്ക് ഡയറക്ടറിന് എന്തും കാണിക്കാനുള്ള അവകാശം ഉണ്ടല്ലോ. അങ്ങനെയല്ല, നമ്മളിവിടെ ഉണ്ടല്ലോ
ഒരു റേറ്റിംഗ് വെക്കും. പിന്നെ അവിടെ താഴെ എഴുതുന്നുണ്ട് എന്തായിരുന്നു വയലൻസ് അത് ഇതൊക്കെ പറഞ്ഞിട്ട് അതിൽ ബോഡി ഹൊറർ എന്നൊക്കെ പറയും. ഈ ബോഡി ഹൊറർ എന്ന് പറയുമ്പോൾ ബോഡിനെ മ്യൂട്ടിലേറ്റ് ചെയ്യുന്ന എല്ലാ സീനും കുത്തുന്നതൊക്കെ. അപ്പം അത് ആൾക്കാർ ഡിസൈഡ് ചെയ്തോട്ടെ അവർക്ക് കാണണോ അല്ലെങ്കിൽ വേണ്ടോ, അത് അവരുടെ ചോയ്സ് ആണ്. പക്ഷെ അതവിടെ മൂവി പക്ഷെ തിയേറ്ററിലൊന്നും അങ്ങനെ നമ്മുടെ നാട്ടിൽ സ്ട്രിക്റ്റ് ആയിട്ട് മറ്റേ 18 വയസ്സിൽ താഴെയുള്ള പിള്ളേരാണോ നോക്കിയിട്ടൊന്നും അല്ല. അതാ പറഞ്ഞത്. പക്ഷെ കേരളത്തിൽ ഞാൻ ചെന്നൈയിൽ നിന്നും ഇവൻ എവിടെ നിന്നായിരുന്നു ചണ്ഡീഗഡിൽ നിന്നും ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഞങ്ങളെ ഹൊറർ മൂവിക്ക് അതിനകത്ത് മ്യൂട്ടിലേഷൻ ഒന്നും ഇല്ല. ഐഡിയ ചോദിക്കോ എന്നോട് നമ്മുടെ നാട്ടിൽ എവിടെ ചോദിച്ചേക്കണേ? ഞാൻ ഇതൊരു എക്സ്പീരിയൻസ് ചെയ്തില്ല. ഞാൻ അവിടെ എത്തിയിട്ട് ചെന്നൈയിൽ എത്തിയിട്ട് ഞാൻ ആദ്യം എന്തിനാ ഐഡി ഇത് 18+ ആണ് അതുകൊണ്ട് ഞങ്ങൾക്ക് അതും ആനബെല്ലെ ഞാൻ കാണാൻ പോയിട്ടോ. അതെങ്ങനെ 18+? എനിക്ക് കോൺജറിങ് 2 ആണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കോൺജറിങ് 2 എന്നോട് അത് ചോദിച്ചത്. കോൺജറിങ് 2 അല്ലെങ്കിൽ ഇവർ ചിലപ്പോൾ ഇവൻ പറയുന്ന പോലെ ആനബലും ആ സമയത്താണ് ഇറങ്ങിയത്. മറ്റേ ആനബലിന്റെ ഫസ്റ്റ് സ്റ്റോറി, ആ ആനബൽ ഡോൾ എങ്ങനെ ഉണ്ടാക്കുന്ന ആ സിനിമയില്ല, അല്ലെങ്കിൽ കോൺജറിങ് 2 അത് സെയിം ടൈം ലൈനിങ് എന്തോ അവർ വന്നത്. അത് ഭയങ്കര എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം. കാരണം കേരളത്തിൽ ഒരിക്കലും എത്ര വയലൻസ് ഉള്ള പടം നമ്മൾ തിയേറ്ററിൽ പോയി കണ്ടിട്ടുണ്ട്. അതിപ്പോ സത്യം പറഞ്ഞ നാട്ടിലൊക്കെ അല്ല കുഞ്ഞു പിള്ളേരായിട്ടൊക്കെ കയറി നമ്മുടെ നാട്ടില് അതൊരു റെസ്ട്രിക്ഷൻ. അത് ഞാൻ ആ സിനിമ ഈ ഐഡിയ വെച്ച സിനിമ ഇല്ല, ഒന്നെങ്കിൽ കോൺജറിങ് അല്ലെങ്കിൽ ആനബല്. അതൊക്കെ ഞാൻ കോളേജ് ബങ്ക് ചെയ്തിട്ട് പപ്പ അല്ല അതൊക്കെ പോയി, അതൊക്കെ കോളേജ് ബങ്ക് ചെയ്തിട്ട് ഞങ്ങള് കാണാൻ പോയത്. യൂണിഫോമില്, കോളേജിന്റെ യൂണിഫോമില്. അതുകൊണ്ടൊക്കെ അവർ ഐഡിയ വെച്ചിട്ടുണ്ട്. അല്ലല്ല, ഞങ്ങളുടെ യൂണിഫോം എന്ന് വെച്ചാൽ ബ്ലൂ ഷർട്ടില്ലേ, ഷർട്ടും പാന്റും ആയിരുന്നു. അപ്പൊ അങ്ങനെ മനസ്സിലാവില്ല അത് യൂണിഫോം, ഒന്നും എഴുതിയിട്ടില്ല. നിങ്ങൾ 4 പേര് ഒരുമിച്ച് കയറുമ്പോ മനസ്സിലായില്ല അതൊരു അല്ല. എല്ലാവരോടും ചോദിക്കുന്നുണ്ടായിരുന്നു ഐഡിയ. എടാ സിനിമയ്ക്ക് ചോദിക്കുന്നുണ്ടായിരുന്നു, ഞങ്ങളോടും ചോദിച്ചു. നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ആരും ചെയ്യാത്ത? പ്ലീസ് ആക്ഷൻ എടുക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും തിയേറ്ററിനെ സെൻസർ ബോർഡിന് വേറൊക്കെ കമന്റ് ചെയ്യാനും റെസ്ട്രിക്ഷൻ ചെയ്യാനും പറ്റും. പക്ഷെ കുട്ടികൾ വയലൻസ് കാണാതിരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും അതിൽ ഭയങ്കര ഇതായിട്ട് തോന്നുന്നുണ്ട്, ബാക്ക്വേർഡ് ആയിട്ട് തോന്നുന്നുണ്ട്. ശരിയാ. അപ്പം സെൻസർ ബോർഡിന്റെ ഒരു നമുക്ക് വി ക്യാൻ കം ടു എ കൺക്ലൂഷൻ എന്ന് വെച്ചാൽ അവർ റേറ്റ് ചെയ്തോട്ടെ, പക്ഷെ ഒരു ഡയറക്ടറിന്റെ ക്രിയേറ്റീവ് ഫ്രീഡം അവർ ടച്ച് ചെയ്യരുത്. അതാണ് എനിക്കും പറയാനുള്ളത്. കാണേണ്ടവർ കണ്ടാൽ എന്തൊക്കെയാ ഉള്ളത് എന്നുള്ളത് മുന്നോടെ പറയാം. അതൊക്കെ ഇങ്ങനെ സെൻസർ ബോർഡ് പണ്ടുണ്ടായിരുന്നെങ്കിലേ നമ്മുടെ മറ്റേ ഈ ശരിയാ കുറെ സിനിമ ഒക്കെ ഇങ്ങനെ ഉണ്ട്, ഈ ഡബിൾ മീനിങ് പാട്ടും ഇങ്ങനത്തെ. റാം തേരി ഗംഗാ മേലി എന്നറിയാവോ? അങ്ങനെയൊന്നും ചോദിക്കല്ല, എനിക്കറിയില്ല. നിങ്ങൾ സെർച്ച് ചെയ്യരുത്. അത് ഇറ്റ്സ് ലൈക്ക് എ പ്ലേസ്, ഇറ്റ്സ് ലൈക്ക് എ സെറ്റപ്പ്. ഒരു സിനിമയാണ്, അതിനകത്തൊരു പാട്ടുണ്ട്. ഇൻ ദാറ്റ് ഹീറോയിൻ ഈസ് ഡാൻസിങ് ഓൺ എ റിവർ ബാങ്ക്. അപ്പോൾ റിവർ ബാങ്കിൽ ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഈ കോസ്റ്റ്യൂം ഒക്കെ വെട്ടായിട്ടില്ലേ, ദ കോസ്റ്റ്യൂം ബിക്കംസ് എ സീ ത്രൂ. അത് സെൻസർ ബോർഡിന് ഒരു ഇഷ്യൂ ഇല്ല, അതൊക്കെ പാസ് ചെയ്തിട്ടുണ്ട് അവര്. യു ക്യാൻ സ്റ്റിൽ സീ ദാറ്റ് ടുഡേ. ബട്ട് ഇങ്ങനത്തെ ലൈക്ക് നമ്മുടെ നാഷണൽ സെക്യൂരിറ്റി ബാധിക്കുന്ന സിനിമകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ ആൾക്കാരുടെ റിയാക്ഷനോ അല്ലെങ്കിൽ അവർ വിചാരിക്കുന്നോ ഇത് ഇങ്ങനെ നമുക്ക് കട്ട് ചെയ്തേക്കാം, ലൈക്ക് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ആകരുത്. ഒരു ക്യാരക്ടർ, ഒരു ഡയറക്ടറിന്റെ ക്രിയേറ്റിവിറ്റിക്ക് നമ്മൾ പേ ചെയ്യേണ്ട പ്രൈസ് ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഒരിക്കലും ആകരുത്. അല്ല, ഇങ്ങനെ സെൻസർ ബോർഡ് ഉണ്ടായിരുന്നെങ്കിലേ പണ്ടത്തെ മറ്റേ ശില്പികളൊന്നും ഒന്നും ഉണ്ടാകില്ല. ശില്പികള് അതാ പറഞ്ഞ അത് നമ്മുടെ ഇല്ലാത്തൊരു കൾച്ചറിനെ ഉണ്ടാക്കിയെടുക്കുകയാണ് സെൻസർഷിപ്പ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ഈ അമ്പലങ്ങളിലൊക്കെ പോയി കാണാമല്ലോ എല്ലാ സാധനങ്ങളും. അതവിടെ എന്തെങ്കിലും സെൻസർ ബോർഡ് ഉണ്ടോ? ഇല്ല. ഇല്ലാത്തൊരു കൾച്ചറിനെ, അത് ക്രിയേറ്റിവിറ്റിയാണ് നമ്മുടെ. ആ ക്രിയേറ്റിവിറ്റിയിൽ തൊടരുത്. ഓക്കെ, അപ്പം ഇതിന്റെ റിലേറ്റഡ് ആയിട്ട് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ് നെക്സ്റ്റ്. ഇപ്പൊ നമ്മുടെ സിനിമ ഇറങ്ങി ദുരന്തർ, നീയും കണ്ട്, നമ്മളെല്ലാവരും കണ്ട്. ഇന്ത്യയിൽ കുറെ ഞാൻ സോഷ്യൽ മീഡിയയിൽ ട്വിറ്ററിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കാണുന്നുണ്ട്, ഇതൊരു ഡിബേറ്റ് പോലായി. പ്രൊപ്പഗണ്ട മൂവിയാണ്, ഇപ്പൊ പ്രസന്റ് ഗവൺമെന്റിനെ വൈറ്റ് വാഷ് ചെയ്തേക്കുക. ഞാൻ ആരുടെയും പേരൊന്നും എടുത്ത് പറയത്തില്ല, ജസ്റ്റ് ഇങ്ങനെ പറയുക. പ്രസന്റ് ഗവൺമെന്റിനെ വൈറ്റ് വാഷ് ചെയ്ത് വെച്ചേക്കുവാണ്, പൈസ കൊടുത്തിട്ടുണ്ട്, ഫണ്ടിങ് ഉണ്ട്, ഇത് അതാന്നൊക്കെ പറഞ്ഞു. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തോ തോന്നുന്നത്, പ്രൊപ്പഗണ്ട ഇസ് ഇറ്റ് ഇൻ മൂവീസ് ഓർ ഇസ് ഇറ്റ് ഇൻ പീപ്പിൾ? ഇല്ല, ആ മൂവിയിൽ എനിക്ക് പ്രൊപ്പഗണ്ടയായിട്ട് എനിക്ക് തോന്നുന്നു. പ്രത്യേകിച്ച് ആ ഒരു സംഭവം തുടങ്ങിയത് തന്നെ ടൈം ലൈൻ നോക്കുവാണെങ്കിൽ കോൺഗ്രസിന്റെ സമയത്താണ് അവനെ വിട്ടത്. ആ സംഭവമൊക്കെ തുടങ്ങിയത് അതൊക്കെ കോൺഗ്രസ് സമയത്താണ്, അല്ലാതെ ഇപ്പോഴത്തെ BJP സമയത്തൊന്നും അല്ല അത് വിട്ടത്. പക്ഷെ അവർ കാണിച്ചേക്കുന്ന അങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് ഇതൊക്കെ. പ്രൊപ്പഗണ്ടന്നൊക്കെ പറഞ്ഞ കേരള സ്റ്റോറി അങ്ങനെ അല്ല, എന്റെ ക്വസ്റ്റ്യൻ ഇത് നമ്മള് ദുരന്തം നോക്കിയല്ല ഞാനിത് ചോദിച്ചത്. എന്റെ ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ പ്രൊപ്പഗണ്ട
മൂവീസിലാണോ അതോ ആൾക്കാരുടെ അകത്താണോ എന്ന് എന്റെ ക്വസ്റ്റ്യൻ. അത് നമ്മൾ ഫേവർ ചെയ്യുന്ന ആൾക്കാർക്ക് അതൊരു പ്രൊപ്പഗണ്ട മൂവി അല്ല, അല്ലാത്തൊരു കാണും. അതാണ്ട് അപ്പൊ എന്റെ ഇതിൽ ടേക്ക് എന്താണെന്നറിയോ, എനിക്കൊരു ഇൻട്രസ്റ്റിംഗ് ടേക്ക് ഉണ്ട്. ഞാൻ വിചാരിക്കുന്നത് വെച്ചാൽ ഇപ്പൊ ഞാനൊരു ഡയറക്ടറാണ്, ഞാനൊരു സിനിമ ഇറക്കി, ഇറ്റ് ക്യാൻ ബി ഇപ്പം 2 സെറ്റ് ആൾക്കാരുണ്ട് നമ്മുടെ ഇന്ത്യയിൽ. ജസ്റ്റ് ഫോർ ആൻ എക്സാമ്പിൾ, ഇപ്പോഴത്തെ ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുന്ന, ഇപ്പോഴത്തെ ഗവൺമെന്റിന് സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാർ വന്ന് കയറി ഒന്ന് പറയും ഇത് പ്രൊപ്പഗണ്ട ആണെന്ന്. ഫോർ എക്സാമ്പിൾ പിന്നെ വേറൊരു എന്നെ പോലെ ഒരു ഡയറക്ടർ ഉണ്ട്, പുള്ളി ഹി മേഡ് മൂവീസ് ലൈക്ക് മൈ നെയിം ഇസ് ഖാൻ, ചക് ദ ഇന്ത്യ ഒക്കെ ഇല്ലേ. അപ്പൊ അതിനകത്ത് ഇവര് പറയുന്നതെന്ന് വെച്ചാൽ ഈ ചക് ദ ഇന്ത്യ ഷാറുഖ് ഖാന്റെ ഒരു മൂവിയാണ്. പുള്ളി കോച്ചായിരുന്നു ഒരു ഇന്ത്യൻ വുമൻസ് ഹോക്കി ടീമിലെ വേൾഡ് കപ്പ് ഒക്കെ ജയിച്ച്, ട്രൂ സ്റ്റോറി ആയിരുന്നു. പക്ഷെ അതിനകത്ത് ദ റിയൽ കോച്ച് വാസ് എ ഹിന്ദു ഗായ്. ഇവര് സിനിമക്കകത്ത് ഉണ്ടാക്കിയപ്പോൾ അതൊരു മുസ്ലിം ഗായ് ആയി. അപ്പം ഇവര് പറയുന്ന കാര്യങ്ങളൊക്കെ അയ്യോ ഇത് അവരെ ആ കമ്മ്യൂണിറ്റിയെ വൈറ്റ് വാഷ് ചെയ്യുവാണ് ഇവരെ, മനസ്സിലായ. ആ സമയത്തൊക്കെ ഇപ്പോഴത്തെ ഒപ്പോസിങ് ഗവൺമെന്റ് ആയിരുന്നു. അപ്പം ആ ഗവൺമെന്റിന്റെ സമയത്ത് ആ കമ്മ്യൂണിറ്റിയെ വൈറ്റ് വാഷ് ചെയ്യുന്ന സിനിമകൾ ഇവർ ഇറക്കി, അങ്ങനെ ഇങ്ങനെ. അപ്പൊ ഇപ്പോഴത്തെ ഗവൺമെന്റ് വന്നപ്പം ആദിത്യധാരി ഇങ്ങനെ ഒരു മൂവി ഉണ്ടാക്കിയപ്പോൾ പറയുന്നത് ഇത് ഇപ്പോഴത്തെ ഗവൺമെന്റിനെ വൈറ്റ് വാഷ് ചെയ്യുമെന്ന്. അപ്പം ഞാൻ എൻ്റെ ഒരു ടേക്ക് എന്ന് വെച്ചാൽ പ്രൊപ്പഗണ്ട സിനിമയ്ക്കകത്തല്ല, സിനിമ ഒരു ഡയറക്ടറിന്റെ ക്രിയേറ്റീവ് ഫ്രീഡം ആണ്. പ്രൊപ്പഗണ്ട ഉള്ള ആൾക്കാരുടെ അകത്ത് അവരാ ഇതിനെ അങ്ങനെ വ്യൂ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അതിൽ ഫുള്ളി ഇതാവില്ല, കാരണം എന്താ വെച്ചാൽ ആവണാവാം, അല്ലെങ്കിൽ ചിലപ്പോ മനഃപൂർവ്വം ഇങ്ങനെ ചിന്തിക്കാൻ ചില ടീമുകൾ മാത്രം ഇങ്ങനെ ഇതിനു വേണ്ടി ഇറങ്ങണാവാം. ഞാൻ പറയുന്നത് സിനിമ ഒരിക്കലും ഒരു ഡയറക്ടർ പൈസ ഒരിക്കലും പറയാൻ പറ്റില്ല. ചിലപ്പോ ആയിരിക്കും നീ പറഞ്ഞ പോലെ ആ സിനിമ കണ്ടിട്ടില്ല. പക്ഷെ നീ പറഞ്ഞു. പക്ഷെ എനിക്ക് എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു ജനറൽ ആള്, ഒരു ഡയറക്ടർ, അവന്റെ ഒരു ക്രിയേറ്റിവിറ്റി ആണിത്. അവൻ ഒരിക്കലും ചിലപ്പോ ഇത് ആഗ്രഹിച്ചു കാണത്തില്ല ഇത് ഇങ്ങനെ ആയിട്ട് ആൾക്കാർ സ്വീകരിക്കുന്നത് പ്രൊപ്പഗണ്ട ആയിട്ട്. അവൻ ഇഷ്ടമല്ല, അവൻ ഉണ്ടാക്കി കൊടുത്ത് നിങ്ങൾ കണ്ടോ. അതുപോലെ തന്നെ കേരള സ്റ്റോറി നമ്മൾ ബാൻ ചെയ്യാൻ പറയരുത് ഒരിക്കലും. അതെ, കാണേണ്ടവർ കാണണം. അതെ, അതും അവരുടെ ക്രിയേറ്റീവ് ഫ്രീഡം തന്നെയാണ്. എന്താ പറയാം, ഇത് ഒരു സിനിമയ്ക്കല്ല, ഇത് എല്ലാ സിനിമയ്ക്കാണ്. ഡസന്റ് മാറ്റർ ഏത് ഡയറക്ടർ എന്തോ ഉണ്ടാക്കുന്നെന്ന് നമ്മൾ ഒരിക്കലും ജഡ്ജ് ചെയ്യരുത്. സിനിമ വരട്ടെ, നിങ്ങൾ കാണുക, എന്നിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ. മോസ്റ്റ് ഓഫ് ദ ടൈം പ്രൊപ്പഗണ്ട എല്ലാം ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാവുന്ന ഇറ്റ്സ് ആഫ്റ്റർ തിങ്, മനസ്സിലായോ? ഇറ്റ്സ് ആഫ്റ്റർ തിങ്. മറ്റേ ഹിസ്റ്ററിയിൽ നോക്കുകയാണെങ്കിൽ മറ്റേ ഹിറ്റ്ലറിന് വേണ്ടിയിട്ട് ഒരു ചെങ്ങായുടെ പേര് എനിക്ക് ഓർക്കുന്നില്ല. പുള്ളി നല്ല രീതിയിൽ ഇത് എന്താണ് ആൾക്കാരെ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് സിനിമ നല്ല പോലെ യൂസ് ചെയ്തിട്ടുണ്ട് അന്നത്തെ കാലത്ത്. അപ്പൊ അത് ഇല്ലാന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു നമുക്കൊരു എവിഡൻസ് ഉള്ള ഒരു കാര്യം ഇങ്ങനെ നടന്നിട്ടുണ്ട്. വേണ്ടി നല്ല രീതിയിൽ അയാളുടെ ഒരു മെയിൻ ട്രിക്ക് ആയിരുന്നു മൂവി. കാരണം മൂവി അന്ന് പോപ്പുലർ ആയി വരുന്നുള്ളൂ, കുറെ പേര് കാണും, ഒറ്റയടിക്ക് ഇയാളുടെ ഐഡിയ ഉണ്ടല്ലോ കുറെ പേരിലേക്ക് എത്തിക്കാൻ പറ്റും. അയാൾ റേഡിയോ എല്ലാത്തിനും ചെയ്യുന്നുണ്ട്, പക്ഷെ മൂവി വൺ ഓഫ് ദ ബിഗ് ടൂൾ ആയിരുന്നു അന്ന് യൂസ് ചെയ്തത്. പ്രൊപ്പഗണ്ട സോഷ്യൽ മീഡിയ ആയിരുന്നു മാത്രം. ഇപ്പൊ സോഷ്യൽ മീഡിയ, ഇപ്പൊ മൂവിക്കൊന്നും റോൾ ഇല്ല അധികം, സോഷ്യൽ മീഡിയ ആണ് മെയിൻ. നമ്മളിപ്പോ കാണുന്നില്ല, ഇപ്പൊ സൗത്ത് ഇന്ത്യയിലുള്ളവർ കൂടുതലും കാണുന്നത് മറ്റേ BJP-ക്കാര് മണ്ടന്മാരാന്നുള്ള രീതിയിലാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ഫുള്ളും വലിയ റീലുകളോ അല്ലെങ്കിൽ വീഡിയോസോ മെജോറിറ്റി അങ്ങനെയായിരിക്കും. അവര് മൊത്തം മണ്ടത്തരങ്ങളോ കാണിക്കണേ, ചാണകം മറ്റേതാ മറിച്ചാന്ന് പറഞ്ഞ് അങ്ങനെ. പക്ഷെ അവിടെ ഉള്ളവർക്ക് കിട്ടുന്നത് നേരെ തിരിച്ചാ. മറ്റേ രാഹുൽ ഗാന്ധി മൊത്തം മണ്ടത്തര കാണിക്കണേന്നും അവിടെ ഇവിടെയും പോയിട്ട് മണ്ടത്തര പറയണേന്നും ഉള്ള രീതിയിൽ അവർക്ക് കിട്ടണ റീല്. അത് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ ഇത് എന്തായിരുന്നു പറയാ, ഒരു ഗവൺമെന്റിന് വിചാരിച്ച ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ. അതായത് എന്താണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതെന്നുള്ളത് അല്ലെങ്കിൽ നമ്മളെ സെർച്ചിനനുസരിച്ചിരിക്കും. നമ്മൾക്ക് എന്തോ ഇഷ്ടമുള്ള ലൊക്കേഷൻ അനുസരിച്ചുള്ള സെർച്ച്. നമ്മളിപ്പോ എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ 1 മണിക്കൂർ നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് കാണും, സിനിമ മറ്റത് മറിച്ച് നമ്മൾ എന്തൊക്കെ സംസാരിച്ചോ. ചിലപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ബാൻഡിന്റെ ഒക്കെ ഫോട്ടോ വരും. നമുക്കൊരു കോമൺ എനിമി ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ മൊത്തം ഒരു രീതിയിലുള്ള ഒരു സൈഡ് പിടിക്കുന്ന കാണുകയാണെങ്കിൽ അൽഗോരിതം മര്യാദയ്ക്ക് കോമൺ എനിമി ഉണ്ട് 3 പേർക്കും. തന്നോടാ തുടങ്ങിയത്, പക്ഷെ ഞാനൊന്നും പറയുന്നില്ല. എവിടുന്ന് കണ്ടുപിടിക്കുന്നു ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്റെ തലച്ചോറിൽ റാൻഡംലി ആയിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കുമായിരുന്നു, ഈ ഇന്ന് എന്ത് ഇപ്പം ഞാൻ ആലോചിക്കായിരുന്നു എന്തോ സംസാരിക്കണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചുമ്മാ തലയിൽ വന്നു. നമ്മൾ എന്തായാലും ഇന്നലെ പോയി സിനിമ ഇന്നലെ അല്ലായിരുന്നു നമ്മൾ ഇന്നലെ ആയിരുന്നു സിനിമ കാണാൻ പോയത്. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പം റീസെൻ്റ്ലി ആനന്ദ് പറഞ്ഞ ഞാൻ അറിയുന്ന നമ്മുടെ ഒരു കമ്പനി ഉണ്ട്, AI കമ്പനി ക്ലോഡ്.
അവരുടെ ഹെൽപ്പ് വെച്ചാണ് US പ്രിസിഷൻ സ്ട്രൈക്ക് ഒക്കെ ചെയ്തത് ഇപ്പം മറ്റേ കൺട്രിയിലോട്ട്. പിന്നെ US പറഞ്ഞു ഇറാനിലോ Yes, അത് ഞാൻ പറയാതിരിക്കുന്നു. അപ്പൊ നീ പറഞ്ഞു ഇറാനില്. അപ്പം അങ്ങനെ പറയാതിരുത് എങ്ങനെ ഓക്കെ ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ പറഞ്ഞേക്കാം ഞാൻ. അപ്പം US പറഞ്ഞ് ക്ലോഡിനോട് നിങ്ങൾ ഞങ്ങളുടെ കൂട്, പക്ഷെ ഞങ്ങൾക്ക് എല്ലാവരുടെയും ഡേറ്റ വേണം. അപ്പം ക്ലോഡ് പറഞ്ഞ് അത് ഞങ്ങളുടെ പോളിസി. അതൊരു അമെൻഡ്മെന്റ് എഗെയിൻസ്റ്റ് ആണ് അവര്. അല്ല അപ്പൊ അതിന് ഇത്രയും പേര് US ക്ലൗഡ് യൂസ് ചെയ്യണ്ടോ? അങ്ങനെയല്ല, റിയൽ ടൈം ഡാറ്റാസ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഇവിടെ ഒരു കാര്യം, ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് ഇവര് സെർച്ച് ചെയ്തെടുക്കും. ക്ലൗഡ് ഇതിലൊരു വ്യത്യാസമുണ്ട്. നമുക്ക് കിട്ടുന്ന AI മോഡൽസ് എല്ലാം പറയാതെ പറ്റുന്നില്ല. അവൻ ക്ലൗഡ് എക്സ്പേർട്ടാ. ഞാൻ ആ ന്യൂസ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയിരുന്നു എനിക്ക്. അന്ന് എക്സൈറ്റ്മെന്റ് ഒന്ന് പിടിച്ചു വെക്ക്, ഞാൻ ചോദിക്കട്ടെ. അപ്പം ഇത് ചോദിക്കുന്നുണ്ട് ഇവര്. അപ്പം ക്ലോഡ് പറഞ്ഞ് തരത്തില്ല. ഓപ്പൺ AI നമ്മുടെ സാം ഓൾട്ട്മാൻ ചേട്ടൻ പോയി ആ ഡീൽ സൈൻ ചെയ്ത് ഞങ്ങൾ ഡേറ്റ എല്ലാം തരാം, US ഗവൺമെന്റ് ടൈപ്പ് ചെയ്ത്. അപ്പം എൻ്റെ ക്വസ്റ്റൻ എന്ന് വെച്ചാൽ നിങ്ങൾ എന്തുവാ ലൈക്ക് വാട്ട് ഡു യു ഗൈസ് തിങ്ക്, AI കമ്പനി ഗവൺമെന്റ് നമ്മുടെ ഡേറ്റ പാസ് ഓൺ ചെയ്യണോ അതോ ചെയ്യണ്ടോ? ഡേറ്റ ആസ് ഇൻ അവർ ഗവൺമെന്റ് പറയുന്നത് ഇത് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയാണെന്ന്, ഇവരുടെ ഡേറ്റ വേണ്ട. അപ്പം നിങ്ങൾ അതിന് അഗ്രി ചെയ്യുന്നോ അതോ ഡിസഗ്രി ചെയ്യുന്നോ? ഞാൻ എഗ്രി ചെയ്യുള്ളൂ. കാര്യം നമ്മൾ കള്ളത്തരമൊന്നും ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ ഡാറ്റ എടുത്തിട്ട് നമുക്കൊന്നും പറ്റാനില്ല. പക്ഷെ നമ്മൾ കള്ളത്തരം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ഡാറ്റ എടുത്തിട്ട് പ്രശ്നമാണ്. അവനോട് നോക്കി പറഞ്ഞ അതാണ് എൻ്റെ ഒരു ഇത്. കാര്യം നമ്മുടെ ഡാറ്റ എടുത്തിട്ട് അവർക്ക് വേറൊന്നും നമുക്ക് ഹാം ഇല്ലെങ്കിൽ പിന്നെ അവരെടുത്തോട്ടെ എന്നാ ഞാൻ പറയുള്ളൂ. നമുക്ക് കാര്യം എല്ലാവരും സ്റ്റഡി ചെയ്യണം. കാര്യം ഇവന്മാരൊക്കെ എന്തൊക്കെയാ വീട്ടിലിരുന്ന് ഉണ്ടാക്കാൻ പോണേന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തരും അല്ല ഓരോരുത്തരും നമ്മൾ സെർച്ച് നീ നോക്കിയോ, നീ വേറെ എന്തെങ്കിലും രീതിയിൽ സെർച്ച് ചെയ്ത ഇവിടെ ആള് വരും. നീ ഇപ്പൊ എന്തെങ്കിലും സാധനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു പൊട്ടിക്കാൻ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച ഇവിടെ ആള് വരും. ഞാൻ പറഞ്ഞ സ്കൂൾ പ്രൊജക്ടിന് വേണ്ടിയാണ് സ്കൂളിൽ പോയി പ്രൊജക്ട് സ്കൂൾ ബൂം. അപ്പൊ അത് ശരിക്കും ആവശ്യമുണ്ട് ഒരു രീതിയിൽ. കാര്യം നമ്മൾ കള്ളത്തരം ചെയ്യണവർക്കാണ് ഈ ഡാറ്റ ബ്രീച്ച് കൊണ്ട് കുഴപ്പമുള്ളൂ. അവരാണ് കൂടുതൽ ഇത് പ്രൊപ്പഗണ്ട പോലെ ഇറക്കി വിടുക. നമ്മുടെ പ്രൈവസി മൊത്തം ബ്രീച്ച് ആകുന്നു. പക്ഷേ ക്ലോഡ് ഇതിനെ എതിർക്കാൻ കാരണം അവരൊരു അമെൻമെന്റ് റൈറ്റ് തെറ്റുന്നതാണ്. അതായത് ഒരാൾക്ക് ഒരു സിറ്റിസൺ അയാളുടെ സീക്രസി അല്ലെങ്കിൽ അയാളുടെ ഒരു ലൈഫ് പ്രൈവറ്റ് ലൈഫ് പബ്ലിക് ആക്കരുത്. പബ്ലിക് അല്ല, അതായത് ഗവൺമെന്റ് പോലും, അതായത് അവർക്ക് നാട്ടുകാർക്ക് ഗവൺമെന്റ് നമ്മുടെ സിം നമ്പർ ഇല്ലേ, എല്ലാം ഇല്ലേ, എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ, നമ്മുടെ അഡ്രസ്. അപ്പൊ ഒരു ചോദ്യം വരില്ലേ, ഒരു നല്ലൊരു ഗവൺമെന്റ് അല്ലെങ്കിൽ ഒരു മോഡേൺ സൊസൈറ്റിക്ക് വേണ്ട ഗവൺമെന്റ് എന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരു സ്ക്രൂട്ടനിയിലല്ല, അതായത് നമ്മളൊരു ഇതിന്റെ ഉള്ളിൽ സർവൈലൻസിലാകത്തായിരിക്കും നമ്മൾ. അങ്ങനെയാണ് അവര് പറയുന്നത് യുഎസിലുള്ള ആൾക്കാർ. അപ്പൊ US എന്താ പറയുക, US വെച്ചാൽ എനിക്ക് ഞാൻ പറഞ്ഞ ഞാൻ അവിടുത്തെ നേതാവൊന്നുമല്ല, ലൈക്ക് അവരുടെ വ്യൂ പോയിന്റ് എന്ന് വെച്ചാൽ ക്ലോസ്ഡ് ഡോറിന്റെ ഇപ്പുറത്ത് അത് അവരുടെ ഏരിയ, അവിടെ പോലീസിനോ അവരുടെ അനുവാദം ഇല്ലാതെ ദാറ്റ്സ് ദിയർ സ്പേസ്. ഗവൺമെന്റിന് പോലും അവിടെ വരാൻ പറ്റത്തില്ല. അത് അവരുടെ അമെൻഡ്മെന്റ്. വീടിന്റെ ഉള്ളിൽ അത് അവരുടെ സ്പേസ് ആണ്. വീടിന്റെ ഉള്ളിൽ ഇല്ലീഗൽ ആയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അബ്യൂസ് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. വീടിന്റെ ഉള്ളിലാന്ന് പറഞ്ഞു. പക്ഷെ അവർ പറയുന്ന വെച്ചാൽ ഇത് വീടിനുള്ളിൽ എന്റെ ക്യാമറയുടെ സ്മാർട്ട് ഫോണിൽ നിന്ന് എന്നെ നോക്കരുതും മറ്റൊന്ന് ലാപ്ടോപ്പിന്റെ ഫ്രണ്ട് സ്ക്രീനിൽ അതൊക്കെ ഈസി ആയിരിക്കും. നമ്മുടെ ഫോണൊക്കെ എല്ലാം കണക്റ്റഡ് ആയിരിക്കും. ഇതൊക്കെ അവർ പറയുന്നത്. ഒരു ഗവൺമെന്റ് വേണമെങ്കിൽ അവൻ വരെ എന്നെ നോക്കുന്നുണ്ടോ, അതൊരു വാക്യൂം ബോട്ടാണ്, അവന് ഇതെല്ലാം അറിയാം വീട് പുറത്ത്. അപ്പം അതാണ് പീപ്പിളിന്റെ ഒരു കൺസേൺ. ഇതൊക്കെ ഞാൻ സിനിമയുടെ പേര് പറഞ്ഞു, ഒരാൾ അവൻ US ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന, അവൻ പാരനോയിഡ് ആവും. അവൻ ഒരു US സീക്രട്ട് ബേസിൽ അവനെ വിളിക്കും. അവൻ നല്ലൊരു ഹാക്കറും മറ്റേ സോഫ്റ്റ്വെയർ ഡെവലപ്പറാ. അപ്പൊ അവനെ വിളിക്കും. അപ്പൊ അവനോട് പറയും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇത് US സെക്യൂരിറ്റിക്ക്. അപ്പൊ അവൻ നോക്കുമ്പോഴേ ഒരാൾ വന്ന് കാഷ്വലി അവന്റെ ലാപ്ടോപ്പിൽ ഒരു പ്രോഗ്രാം തുറന്നിട്ട് ലെറ്റ്സ് സേ ന്യൂയോർക്കിലൊരു വീട്, ന്യൂയോർക്ക് സൂം ചെയ്ത് ഒരു വീടെടുത്ത് അവിടെ ഏതെങ്കിലും ഒരു ലാപ്ടോപ്പിന്റെ അവർക്ക് IP അഡ്രസ് കിട്ടിയിട്ട് എൻ്റർ ചെയ്യുമ്പം ആ ലാപ്ടോപ്പിന്റെ ഫ്രണ്ട് ക്യാമറയിൽ നിന്ന് എല്ലാം കാണാം അവന്. അപ്പം അത് അവന് ഒത്തിരി അവൻ പാരനോയിഡായി, അവൻ പേടിയായത് ഇതൊക്കെ എങ്ങനെ. അപ്പൊ അവന്റെ വീട്ടിൽ പോയി ടേപ്പ് ഒട്ടിച്ച് എല്ലായിടത്തും ഒരു പാരനോയിഡ് സ്റ്റേറ്റിൽ പോയി. അവന് ഇപ്പൊ ഒരു ഫീലിംഗ് ലൈക്ക് എല്ലാവരും എന്നെ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവൻ പിന്നെ
അത് ഈ ഡേറ്റ ഈ നടന്ന എല്ലാം അവൻ എവിടെയോ UN-ലോ എവിടെയോ പബ്ലിഷ് ചെയ്തു. US ഇങ്ങനെ ഇതെല്ലാം ഇവിടെ സ്റ്റോർ ചെയ്യുന്ന ഞാൻ ആലോചിക്കുന്നു. ഇത്രയും ക്യാമറയുടെ ഡാറ്റ ഇതൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട് അവർക്ക്. അതൊക്കെ ഉണ്ട്. ഐ തിങ്ക് ഇറ്റ്സ് എ റിയൽ മൂവി. ദിസ് ഇസ് ബേസ്ഡ് അപ്പോൺ സ്നോഡൻ. ആ സിനിമ ഞാൻ പറഞ്ഞു. പിന്നെ അവൻ റഷ്യയിലൊക്കെ പോകത്തില്ലേ, റഷ്യ പിന്നെ അവന് സെക്യൂരിറ്റി കൊടുക്കും US-ന്. ദാറ്റ്സ് എ റിയൽ മൂവി. സിംഗപ്പൂരിൽ പോയിട്ടാണ് അതിനൊരു ഇന്റർവ്യൂ കൊടുത്തത്, ഇതിനെ പറ്റി ഡിസ്ക്ലോസ് ചെയ്തത്. ദാറ്റ്സ് എ റിയൽ മൂവി, ദാറ്റ്സ് ഓൺ എ റിയൽ പേഴ്സൺ. അപ്പൊ അങ്ങനെ US ചെയ്യുന്നുണ്ടെങ്കിൽ ഓൾറെഡി ആ സമയത്ത് AI ഒന്നും ഇല്ല. സ്നോഡൻ നടന്ന സമയത്ത്, ആ സമയത്ത് ഉണ്ട്, ആ സമയത്ത് ഇതുണ്ട്. അല്ല, ആ സമയത്ത് കുറെ മറ്റേ വീഡിയോസ് ഇറങ്ങായിരുന്നു. നമ്മുടെ ബിൽ ഗേറ്റ്സ് എല്ലാവരും മറ്റേ ക്യാമറ എല്ലാം അടച്ചിട്ടായിരിക്കണേന്നൊക്കെ പറഞ്ഞു. ആയിരിക്കും. അവർക്കൊക്കെ കുറെ ബിസിനസ് സീക്രട്സ്. ഈവൻ ഞങ്ങളുടെ കമ്പനിയിലൊക്കെ ഇരിക്കുന്ന ഒരു 2010-12 ലാപ്ടോപ്പ് തിങ്ക് പാഡ് ഒക്കെ ഇല്ല, പഴയത് ബൾക്കി ആയിട്ടുള്ള, അതിന്റെ വെബ് ക്യാമിന്റെ അവിടെ ഒരു ഷട്ടർ ഉണ്ട്. ഷട്ടർ ഉണ്ട്. അത് എന്തിനാ? അത് ക്ലോസ് ചെയ്യാനത്. അത് ആ സമയത്ത് ലാപ്ടോപ്പിലൂടെ ഷട്ടർ ഉണ്ടെങ്കിൽ നമ്മളെ ഫോൺ നമ്മളെ വിട്ടിട്ട് പോകുന്നില്ല, എപ്പോഴും നമ്മുടെ കൂടെയാണ്. അതിന്റെ ഏതൊക്കെ ക്യാമറ എനിക്ക് മൈൻഡിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് മറ്റേ ആപ്പിളിന്റെ ഫോണിൽ മറ്റേ ക്യാമറ ഒന്നും ഇല്ലാത്ത മൈനിങ്ങിന് അങ്ങനെ ഗ്രൗണ്ട് വർക്കൊക്കെ ചെയ്യണവർക്ക്, അങ്ങനത്തെവർക്കൊക്കെ എന്തോ ആപ്പിളിന്റെ എന്തോ ഫോണുണ്ട്, മറ്റേ ക്യാമറയൊന്നും ഇല്ലാതെ കൊടുക്കണ എന്തോ ഫോണുണ്ട്. അല്ല, അങ്ങനെ എന്തോ ഉണ്ട്. എനിക്ക് അങ്ങനെ സ്പെഷ്യലൈസ് ചെയ്ത് വല്ലോ ക്യാമറ ഇല്ലാത്തൊക്കെ ഈ ഏജൻസിനൊക്കെ കൊടുക്കണ്ടാവുമായിരിക്കും. അവിടെ താഴെ ഒന്നും കാണാതിരിക്കാൻ വേണ്ടി എന്ത് വന്നു അങ്ങനെ മേ ബി ആയിരിക്കും. എന്തെങ്കിലും സീക്രട്സ് ഉണ്ടാവും, അവർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കാതെ. ഇങ്ങനെ സീക്രസി ഉള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെയൊക്കെ ഓഫ് കോഴ്സ്. എനിക്ക് തോന്നുന്നു വൈറ്റ് ഹൗസിലൊക്കെ നിങ്ങൾക്ക് അലൗഡ് അല്ല. വൈറ്റ് ഹൗസിൽ അല്ല, ഫോണല്ല, പിന്നെ വൈറ്റ് ഹൗസില് ഫോൺ അലൗഡ് അല്ല. നിങ്ങൾ ജേർണലിസ്റ്റ് ഒക്കെ കയറുമ്പോൾ ഫോണും എല്ലാം ഒക്കെ വെച്ചിട്ടാ വരിക. മനസ്സിലായെന്ന് വെച്ചാൽ എന്തോ ആകാം, എങ്ങനെ ഹാക്ക് ചെയ്യാം. അപ്പം അതെ, അവർക്ക് പേടിയുണ്ടാവും. ഈവൻ ലൈക്ക് ട്രംപും, ലൈക്ക് നോട്ട് ഓൺലി ട്രംപ്, ഏതെങ്കിലും US പ്രസിഡന്റ് വൈറ്റ് ഹൗസിലല്ല അതൊക്കെ ചെയ്യുന്നത്, സേഫ്റ്റിക്ക് വേണ്ടി. പക്ഷെ അവർക്ക് എല്ലാവർക്കും നോക്കാം. അതുകൊണ്ടാണ് ക്ലോഡ് ഇറങ്ങിയത്. അവര് പറ്റില്ല എന്ന് പറഞ്ഞു, ഇതൊരു അമെൻമെന്റിന് എഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞു. ഇനി നീ പറ, ഇതിപ്പോ ഇത്രയൊക്കെ ലൈക്ക് ഫ്രണ്ട് ക്യാമറയിൽ നിന്നും സ്പൈ ചെയ്യുന്ന, അപ്പൊ നീ എന്തോ പറയുന്നത്, ഓക്കെ ആണെന്നോ? അതോ ഓക്കെ ആണെന്ന് വെച്ചാൽ അത് ഗവൺമെന്റിന്റെ ഉള്ളിൽ തന്നെ നിൽക്കണം. അത് നമുക്ക് പറയാൻ പറ്റില്ല. അല്ല, നീ ഒരു ന്യൂസ് ഉണ്ടായിരുന്നു, മറ്റേ ചൈനീസോ അല്ലെങ്കിൽ ഏതോ ഒരു ഏഷ്യൻ കൺട്രിയിലെ, അല്ല ചൈനീസ് ഏതോ ഒരു ഹാക്കർ കൺട്രി, ഇവരോ US-ന്റെ ഡേറ്റ ഹാക്ക് ചെയ്തിട്ട് ആൾക്കാരുടെ ഇതൊക്കെ എല്ലാം പേഴ്സണലൊക്കെ എടുത്തെടുത്ത് പിന്നെ US-നെ ബ്ലാക്ക് മെയിൽ ചെയ്യുമായിരുന്നു. ഞങ്ങൾക്ക് ഇത്രയും മില്യൺ എന്താ ഞങ്ങൾ തന്നേക്കാന്ന് പറഞ്ഞ് അവർ കൊടുക്കേണ്ടി വന്ന്. അപ്പം ഇങ്ങനൊക്കെ ആയ ഇനി നീ പറ. അതുണ്ട്. അല്ല, എന്റെ ഒരു അഭിപ്രായത്തിൽ ഗവൺമെന്റ് മാത്രം യൂസ് ചെയ്യുള്ളെങ്കിൽ ഓക്കെ. അത് അങ്ങനെ അല്ലല്ലോ. അത് ഇങ്ങനത്തെ ഡാറ്റ പ്രത്യേകിച്ച് ക്വാണ്ടം കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ ഏത് എൻക്രിപ്റ്റഡും അല്ല, ക്വാണ്ടം കമ്പ്യൂട്ടർ വന്ന മറ്റേ ഇതില്ലെന്ന് പറഞ്ഞു, ക്രിപ്റ്റോ കറൻസി പൊട്ടി, മൈനിങ് ഒക്കെ നിന്നു. ഒരു പാസ്വേഡും അല്ല. ഞാൻ ഐ തിങ്ക് ക്രിപ്റ്റോ കറൻസി ഈസ് ദിസ് മച്ച് വാല്യൂബിൾ ബിക്കോസ് ആ മൈനിങ്ങിന് അത്ര എഫർട്ടും സമയം എടുക്കുന്നുണ്ട്. ക്വാണ്ടം കമ്പ്യൂട്ടർ എല്ലാവരും ചുമ്മാ എടുക്കാം. അതിന്റെ വാല്യൂ ക്വാണ്ടം കമ്പ്യൂട്ടറിൽ എന്തോ പാരലൽ വേൾഡ് വരെ കണ്ടുപിടിച്ചെന്നൊക്കെ പറയണ ഒരു തിയറി ഉണ്ട്. കാരണം ഇത് പാരലൽ വേൾഡിലും പോയിട്ട് അത് കമ്പ്യൂട്ട് ചെയ്യുന്ന എനിക്ക് അറിയത്തില്ല, നിങ്ങൾക്ക് അറിയാവില്ലെന്ന്. പക്ഷെ പാരലൽ വേൾഡ് മാത്തമാറ്റിക്കലി പോസിബിൾ ആണ് ഓൺ എ പേജ്. അല്ല, ഇത് വെച്ചിട്ട് ആക്ച്വലി കൈൻഡ് ഓഫ് പ്രൂഫ് ആണ്. ഇത് ഇവർ ചെയ്തപ്പോഴേ ഇത് മറ്റെന്തോ പാരലൽ വേൾഡിലും പോയി കമ്പ്യൂട്ട് ചെയ്തെന്ന്. ഇത് പാർട്ടിക്കിൾസ് വെച്ചിട്ടാണ്. പാർട്ടിക്കിളിന്റെ ഡ്യുവൽ എന്താന്ന് പറയാ, ഡ്യുവൽ നേച്ചർ ഓഫ് ലൈറ്റ്. ലൈറ്റ് വേവ് ഫോമിലും ബിഹേവ് ചെയ്യും, പാർട്ടിക്കിൾ ഫോമിലും ബിഹേവ് ചെയ്യും. ഇത് വെച്ചിട്ടാണ് അവർ ആ ഒരു കാൽക്കുലേഷൻ ചെയ്യുന്നത് അതിൻ്റെ അകത്ത്. അപ്പോൾ നമുക്ക് ഇത്രയും എന്തായിരുന്നു ഡാറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ ഇത്രയും പാർട്ടിക്കിൾസ് വേണമെന്ന് പറഞ്ഞു. അതായത് നമ്മുടെ യൂണിവേഴ്സിൽ നമ്മൾ ഉദ്ദേശിച്ച അത്ര പാർട്ടിക്കിൾസിനെക്കാട്ട് ഇരട്ടി ഉപയോഗിച്ചു. അത് പോസിബിൾ അല്ല ഇപ്പോഴത്തെ ഫിസിക്സ് വെച്ച്. അങ്ങനെയാണ് പാരലൽ വേൾഡ്. ദാറ്റ്സ് വൈ ദേർ ഈസ് ക്വാണ്ടം ഫിസിക്സ്. ഞാൻ ഒരു ഫൺ എക്സ്പെരിമെന്റ് ഇതൊക്കെ പണ്ട് പഠിച്ചായിരുന്നു. സ്ക്രോഡിഞ്ചേഴ്സ് ഇക്വേഷൻ എന്ന് പറയും. സ്ക്രോഡിഞ്ചേഴ്സ് കാറ്റിന്റെ എക്സ്പെരിമെന്റ് അറിയാം. സോ അതിനകത്ത് പുള്ളി ഡിറൈവ് ചെയ്ത് പ്രോബബിലിറ്റി, ലൈക്ക് നമ്മുടെ അറൗണ്ട് എന്തൊക്കെയുണ്ടോ ഇതെല്ലാം പ്രോബബിലിറ്റി ആണ്. നമ്മുടെ എക്സിസ്റ്റൻസ് തന്നെ പ്രോബബിലിറ്റിയാണ്. 1 out of 1 million ഈ സെറ്റിംഗ് എർത്ത് ഇങ്ങനെ വന്നിട്ട് നമ്മൾ ജീവിക്കുന്നു. അപ്പം ആ ഫോമുല വെച്ച് പുള്ളി ഒരു ഇക്വേഷൻ ഡ്രൈവ് ചെയ്ത്. അതിൻ്റെ പ്രോബ്ലം എന്തായിരുന്നു, ഒരു പൂച്ച ഉണ്ടായിരുന്നു, ക്യാറ്റ്. ഒരു സെറ്റപ്പ് ഉണ്ട്, ഈ ഡോറിൽ പോയാൽ ഫുഡുണ്ട്, ഈ ഡോറിൽ പോയാൽ പോയിസൺ ആയിരുന്നു. അപ്പം ക്യാറ്റിന് ഒരു സമയത്ത് ഒരു ഡോറെ ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ.
ഒന്നെങ്കിൽ അത് അങ്ങനെയല്ല അത് അങ്ങനെയല്ല ബോക്സിനകത്ത് പോയിസൺ ഉണ്ട്. ബോക്സിനകത്ത് പോയിസൺ ഉണ്ട്. പൂച്ച കഴിച്ച് ചത്തോ ഇല്ലയോ എന്നുള്ളത് നമ്മളെ പ്രോബബിലിറ്റിയാണ്. അതായത് ബോക്സ് തുറന്ന് നോക്കുമ്പോ ഒന്നെങ്കിൽ പൂച്ച ഡെഡ് ആയിരിക്കും, അല്ലെങ്കിൽ പൂച്ച രണ്ടും ഒരു സാധനത്തിലാ. അതാ ലൈക്ക് ഞാൻ പ്രോബ്ലം പറയുവായിരുന്നു നിങ്ങളോട്. അപ്പം നോർമൽ ഫിസിക്സിൽ അല്ലെങ്കിൽ നോർമൽ മാത്സിൽ 2 പ്രോബിലിറ്റിയെ വരത്തുള്ളൂ. ഒന്നെങ്കിൽ പൂച്ച പോയിസൺ കഴിച്ച് ചത്ത്, അല്ലെങ്കിൽ ഫുഡ് കഴിച്ച് ജീവിച്ചിരിപ്പുണ്ട്. പക്ഷെ പുള്ളിയുടെ ഇക്വേഷൻ പുള്ളി സോൾവ് ചെയ്ത് തന്നു. അപ്പം നമ്മുടെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൽ പ്ലസും മൈനസും വരത്തില്ല ആൻസർ, +3 -3. അങ്ങനെ പുള്ളിക്ക് ഒരു ആൻസർ കിട്ടിയപ്പം പൂച്ച ജീവിക്കുന്നുണ്ട് മരിക്കുന്നുണ്ട് അറ്റ് ദ വെരി സെയിം ടൈം. അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഈ ക്വാണ്ടം ഇതിലാണ് ഇത് ഈ രണ്ട് റിയാലിറ്റി വേറെ. ക്വാണ്ടം റിയാലിറ്റി അത് വേറെയാ. മാക്രോ ലെവലിൽ വരുമ്പോ റിയാലിറ്റി വേറെയാ. അപ്പൊ ഇതും കൂടെ കണക്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഷ്രോഡിംഗർ. പക്ഷെ അതൊരു വലിയൊരു ബ്രേക്ക് ത്രൂ ആയിരുന്നു അത്. പിന്നെ ഇവര് ഐൻസ്റ്റൈനും ഐൻസ്റ്റൈൻ യൂസ് ഇറ്റ് ഫോർ തിയറി ഓഫ് റിലേറ്റിവിറ്റി. പിന്നെ കുറെ കാര്യങ്ങളുണ്ട് ക്വാണ്ടം ഫിസിക്സിൽ പറയുന്നുണ്ട്. ഒരു പാർട്ടിക്കിൾ എടുത്ത് നമ്മളൊരു ഭിത്തിയെ ഹിറ്റ് ചെയ്താൽ അത് അവിടെ തന്നെ നിൽക്കും. പക്ഷെ നമ്മളൊരു n നമ്പർ ഓഫ് ടൈംസിൽ അത് ഹിറ്റ് ചെയ്യണമെന്നല്ലോ, അത് ഫേസ് ആയി മറ്റിടത്തോട്ട് പോകും, ഒരു വേവ് പോലെ. ദാറ്റ്സ് പോസിബിൾ. അതിന് എത്ര എനർജി വേണം? അപ്പം ഇത് ഇവര് ഓൺ പേപ്പർ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ദർ ക്യാൻ ബി. അപ്പം ഈ പൂച്ച ജീവിക്കുന്നതും ചത്തും അറ്റ് ദ സെയിം ടൈം എന്ന് വെച്ചാൽ അവര് പ്രപ്പോസ് ചെയ്യുന്ന വെച്ചാൽ വേറൊരു യൂണിവേഴ്സിൽ ആ പൂച്ച ജീവിക്കുന്നുണ്ട്, വേറൊരു വെയിൽ അത് ചത്തും പോയി. അപ്പൊ അങ്ങനെ ഓൺ പേപ്പർ അവർ ഈ ഡിഫറെന്റ് വേൾഡും പാരലൽ വേൾഡ് ഒക്കെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. അതോടെ ഒരു ഇക്വേഷൻ വന്നങ്ങനെ ഇതുള്ളൂ. എന്താ പറയാ, ഒരു ഇതെല്ലാം ഒരു ഹൈപ്പോത്തസിസിനെ ബേസിക്കലി ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റിയ അതൊരു വലിയൊരു ബ്രേക്ക് ത്രൂ ആവും. അല്ല, ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വന്നാൽ മെഡിക്കൽ ബ്രേക്ക് ത്രൂവും എല്ലാത്തിലും ബ്രേക്ക് ത്രൂ എന്ന് പറയുന്നത്. എല്ലാത്തിലും പറ്റും. പക്ഷെ അത് വരുന്നതോട് കൂടിയിട്ട് കുറെ ഗവൺമെന്റ്സ് പേടിക്കുന്നുണ്ട്. കാരണം അവരെ സീക്രസി എല്ലാം പോകും. ഒരു എൻക്രിപ്ഷൻ നടക്കൂല, ഒരു ബാങ്കിങ് വരെ സ്ട്രക്ചർ നിന്ന് പോകുന്ന പറയണേ. അതെ. അല്ല, കുറെ ആൾക്കാർ നമ്മുടെ ഇടയ്ക്ക് തന്നെ അതുകൊണ്ടാണ് ഇവര് പതുക്കെ നിർത്തി സ്ലോ ആക്കിയേക്കണേന്നും ഡൗട്ട് ഉണ്ട്. കമേഴ്ഷ്യലൈസ് ആയിട്ടില്ലല്ലോ. ഇല്ല, പക്ഷെ ഇവരൊക്കെ ഗൂഗിൾ ഉണ്ടാക്കുന്നുണ്ട് അവരുടെ സൈഡിൽ, മൈക്രോസോഫ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് അവരുടെ സൈഡിൽ. അല്ല, കുറെ ആൾക്കാർ നമ്മുടെ ഇടയ്ക്ക് തന്നെ ഇത് ഒരു ഡിസ്കഷൻ ഉണ്ട്. കുറെ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ഡെലിബറേറ്റ്ലി സ്ലോ ആക്കുക അല്ലെങ്കിൽ പ്രോഗ്രസ് ചെയ്യാത്ത അങ്ങനത്തെ സെക്ടേഴ്സ് ഒക്കെ പ്രോഗ്രസ് ചെയ്താ ഇവരുടെ ഇൻഡസ്ട്രി അങ്ങ് മൊത്തം കൊലാപ്സ് ആവും. അതെനിക്ക് എപ്പോഴും തോന്നിയിരിക്കണ അങ്ങനെ സ്ലോ ആക്കിയിരിക്കുന്ന ഒരു മെയിൻ സാധനം എന്താണെന്ന് അറിയാം, EV, ഇലക്ട്രിക് വെഹിക്കിൾ. അപ്പൊ പെട്രോളിയത്തിന്റെ ഒരു അത് പണ്ട് വന്നതാ. ആദ്യം വന്നത് ഇലക്ട്രിക് വെഹിക്കിൾ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ആദ്യം വന്ന മറ്റേതാ. പക്ഷെ ആ സമയത്ത് തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ ഉണ്ടായിരുന്നു, എക്സ്പെരിമെന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രയും തിൻ ബാറ്ററിയോ അല്ലെങ്കിൽ ഇത്രയും ബാറ്ററി വെച്ചിട്ട് ഓടാൻ പറ്റുന്നതുണ്ടായിരുന്നു. മൈലേജ് ഇടയ്ക്കും ഇലക്ട്രിക് വെഹിക്കിൾസ് ഇറക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിലാരും അധികം R&D ചെയ്തില്ല. അത് മനഃപൂർവ്വം അതില് എണ്ണ കച്ചവടം നടക്കണ്ടേ, നടക്കാതിരിക്കാൻ വേണ്ടിയാണ് ഒരു ഡൗട്ട് ഉണ്ട്. പിന്നെ അതിപ്പോഴും ഉണ്ട് ആ ഒരു ഇത്. ഞാനിപ്പോ പറയാൻ പോകുന്ന ഒരു കാര്യം കൂടെ, അത് ഒത്തിരി ഫാർ ഫെച്ച്ഡ് ആയിരിക്കും. പക്ഷെ കുറെ കാര്യങ്ങൾ കുറെ ആൾക്കാർ സെയിം ടോപ്പിക്, ഇതൊരു നല്ലൊരു ടോപ്പിക്കാണ്. ലൈക് ടോപ്പിക് അല്ല, ഇറ്റ്സ് എ ഗുഡ് തിങ് ടു ഡിസ്കസ്. നിക്കോള ടെസ്ലയുടെ കുറെ റീസെർച്ച് ഉണ്ട്. അത് ഇതുവരെയായിട്ടും ആരും പബ്ലിഷ് ചെയ്തിട്ടില്ല. നിക്കോള ടെസ്ല ഫാൻ ആയിരിക്കും. ഞാനും ഫാനാണ്. പുള്ളി നമ്മൾക്കിപ്പോ ഈ വയറിൽ കൂടെ നമ്മുടെ ഈ ഇലക്ട്രിക് ലൈൻസ് ഒക്കെ ഇല്ലേ, അത് AC അത് പുള്ളിയായിരുന്നു കൊണ്ടുവന്നത്. അതിനും ഒത്തിരി ആൾക്കാർ തടസ്സം നിന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, AC കറണ്ട് പുള്ളിയാണ് കൊണ്ടുവന്നത്. അത് കണ്ടുപിടിച്ചാണോന്ന് വെച്ചാൽ ഡൗട്ട് ഉണ്ട്. പുള്ളിയാണ് അത് പറഞ്ഞത്. നമുക്ക് ഇങ്ങനെ ഇത് വെച്ച് ലൈൻസ് ഒക്കെ ഉണ്ടാക്കി എത്ര ദൂരം വേണമെങ്കിൽ ബൾബും പുള്ളി തന്നെ ഉണ്ടാക്കിയത്. അല്ലല്ല, അത് എഡിസൺ തോമസ്. അതിലും എഡിസൺ മോഷ്ടിച്ചെന്ന് പറഞ്ഞത് അവിടെ ഒരു ഇതുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൾബ് അതിന് മുന്നേ വേറെ ആരോ കണ്ടുപിടിച്ചിട്ടുണ്ട്. എഡിസൺ അതിനെ ഇംപ്രൂവ് ചെയ്തു എന്നാ പറഞ്ഞത്. എന്ന് വെച്ചാൽ ടങ്സ്റ്റൺ വെച്ചിട്ട് അത് ലോങ് റൺ അത് പുള്ളിയായിരുന്നു. പിന്നെ മൂവിയിൽ പുള്ളി നല്ലൊരു കോൺട്രിബ്യൂഷൻ നടത്തി. മൂവിങ് മോഷൻ പിക്ചറിൽ എഡിസൺ. എന്നിട്ട് ലൈക്ക് പുള്ളി മരിച്ചുപോയ ഒരു മിസ്റ്റീരിയസ്, എപ്പോഴും നിങ്ങൾ എടുത്തു നോക്കിയാൽ ഇങ്ങനെ പറയും മിസ്റ്റീരിയസ് സർക്കംസ്റ്റാൻസിലാണ് മരിച്ച. ഹോട്ടൽ റൂമിൽ പോയി 70 വയസ്സായിട്ടോ. അപ്പം പുള്ളി കഥയൊക്കെ അടച്ച് അവര് പറയും സർക്കംസ്റ്റാൻഷ്യൽ ഒരു അങ്ങനെ ആണ് മരിച്ചത്. പിന്നെ പുള്ളിയുടെ റിസർച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു കുറെ, അതൊക്കെ അവര് വെളിവിടുന്നില്ല. അത് ക്ലാസിഫൈഡ് ഒക്കെ. കോൺസ്പിറസി പറയുന്നത് വയർലെസ് ഇലക്ട്രിസിറ്റി കോൺസ്പിറസി അല്ല, ആക്ച്വലി ഫണ്ടിങ് കിട്ടാത്തോണ്ടാ. അതായത് ഫണ്ടിങ് ചെയ്യുന്ന ആൾക്കാർ പറഞ്ഞു
ഇങ്ങനെ ഗ്രൗണ്ടിൽ കുത്തിയിട്ട് എല്ലാവർക്കും കറണ്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ അത് മോണിറ്റൈസ് ചെയ്യാൻ പറ്റും? മോണിറ്റൈസ് മനസ്സിലായ അപ്പൊ തന്നെ അവിടുന്ന് അവന്റെ ഫണ്ട് പിൻവലിച്ചു അതിന്റെ കാര്യത്തിൽ. അതൊരു റീസൺ ആണ്. വേറെ ആരെങ്കിലും ഉണ്ടാക്കില്ല ഈ സെയിം രാജ്യം അല്ലെങ്കിൽ അങ്ങനെ പറയരുത്. ഉണ്ടാക്കാൻ പറ്റായികയല്ല, പുള്ളിക്കൊരു ആശയം ഉണ്ട്, ഐഡിയ ഉണ്ടായിരുന്നു കാര്യത്തിൽ. പുള്ളിക്ക് ചെയ്യാറുണ്ട്, പുള്ളിക്ക് എന്തോ അറിയാവുന്ന, അല്ലെങ്കിൽ പുള്ളി അല്ല അതുപോലെ അറിയാവുന്ന ഇപ്പോഴും ആൾക്കാരുണ്ടാവും. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മളൊക്കെ ടെക്നോളജി ആണെന്നില്ല, ദിസ് ഇസ് ബേസ്ഡ് അപ്പോൺ സംബഡീസ് പ്രീവിയസ് വർക്ക്. അപ്പൊ അങ്ങനെ ഒരു പ്രീവിയസ് വർക്ക് എനിക്ക് തോന്നുന്നു പുള്ളി ഉണ്ടാക്കാനായിട്ട് പുള്ളിക്ക് അത് തുടങ്ങാൻ സമ്മതിച്ചില്ല. എനിക്കൊരു തോന്നലെന്ന് വെച്ചാൽ മനസ്സിലായിടത്തോളം വയർലെസ് മാത്രല്ല പുള്ളി എന്തോ മറ്റേ ടെസ്ല ഫീൽഡും പുള്ളി അതറിയോ? ടെസ്ല ഫീൽഡിന്റെ അതറിയോ? മറ്റേ ടവറിന്റെ ആണോ? ടവറും മറ്റേ പുള്ളി പ്രപ്പോസ് ചെയ്തെന്ന് വെച്ചാ ലെവിറ്റേഷൻ ഇല്ലേ പുള്ളി, അത് നമ്മുടെ മാഗ്നറ്റ്സ് ഇല്ലേ, നമ്മുടെ ഒരു 2 മാഗ്നറ്റ്സ് നമ്മൾ ഇങ്ങനെ ചെയ്താൽ ഒട്ടത്തില്ലല്ലോ, അതിന്റെ ഇടയ്ക്ക് റിപ്പൾഷൻ ഇല്ലേ, അത് തന്നെ പുള്ളി ഒരു മാഗ്നറ്റ്സ് വെച്ചല്ല, സോറി അല്ല ഇലക്ട്രിക് ചാർജ് വെച്ച് തന്നെ പുള്ളി റിപ്പൾഷൻ ഉണ്ടാക്കിയിട്ട് പുള്ളി ലെവിറ്റേഷന് വേണ്ടിയും അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ചിത്രങ്ങളൊക്കെ വരച്ചിരുന്നു പുള്ളി, അതിന് വേണ്ടിയുള്ള ഐഡിയകളൊക്കെ. അത് നടന്നായിരുന്നെങ്കിൽ ഇപ്പം ഈ ഫ്ലൈറ്റും അല്ലെങ്കിൽ മറ്റേ നമ്മുടെ നോർമൽ ട്രാൻസ്പോർട്ട് ഒക്കെ ഇല്ല, അത് നിന്ന് പോയാൽ അല്ല. എനിക്കൊരു ഇത് തോന്നിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒബ്സർവ് ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫ്രീ എനർജി ഉണ്ടാക്കാൻ ഇപ്പോഴുള്ള ഒരു മനുഷ്യരും പണ്ടുള്ള ആൾക്കാരും സമ്മതിക്കില്ല. കാരണം അത് പൈസ ഉണ്ടാക്കാൻ പറ്റില്ല. സോളാർ ഫ്രീ എനർജി അല്ലേ ഒരു കണക്കിന്? അങ്ങനെ പറ്റില്ല. അത് എന്നാലും സോളാർ ഉണ്ടാക്കേണ്ട ആൾക്കാർ മാഗ്നിറ്റ്യൂഡുള്ള പവർ കിട്ടത്തില്ല നമുക്ക് ഇപ്പൊ കിട്ടുന്ന പോലെ. അത് മാത്രല്ല, അല്ല അത് ഉണ്ടാക്കാനുള്ള സോളാർ, പക്ഷെ അത് പൈസ ഉണ്ടാക്കല്ലോ നിനക്ക്. എന്ന് വെച്ചാൽ നിനക്ക് സോളാർ സിസ്റ്റം ഉണ്ടാക്കണ്ടേ സാധനം, മനസ്സിലായില്ലേ? അതൊരു ഫ്രീ എനർജി അല്ല. ഫ്രീ എനർജി പാനൽ മേടിച്ചു വെച്ചാൽ മതി, പിന്നെ ഫ്രീയാ. അതൊന്ന് സെറ്റപ്പ് ചെയ്യണ്ട, അതിനുള്ള കാശ് കമ്പനിക്ക് പൈസ കിട്ടുന്നുണ്ടല്ലോ. എവിടുന്നാണ് നീ നിന്നെ മോണിറ്റൈസ് ചെയ്യുന്നുണ്ട് അവര്, ആ എനർജി മോണിറ്റൈസ് ചെയ്യുന്നുണ്ട് അവര്. ഫസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളൂ. അല്ലാതെ ഇൻഫിനിറ്റ് സോഴ്സ് ഓഫ് എനർജി ഉണ്ടാക്കാൻ പറ്റുന്ന എന്തിനും വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അതിനെ ഡെഡ് ആയിരിക്കും. ആ പുള്ളി പ്രപ്പോസ് ചെയ്യുമായിരുന്നു, പുള്ളി പ്രൂവ് ചെയ്തില്ലായിരുന്നു, പ്രപ്പോസ് ചെയ്യുമായിരുന്നു അപ്പൊ തന്നെ. എന്റെ സോളാർ തന്നെയായിരിക്കും ഇൻഫിനിറ്റ് സോഴ്സ് എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ ആണ്. പക്ഷെ അത് അത്രമാത്രം നമുക്ക് ഇതാക്കാൻ പറ്റില്ല. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നിനക്കൊരു കാറ് EV ആണ്, പക്ഷെ സോളാർ പാനൽ വെച്ചിട്ട് റൺ ചെയ്യുന്ന EV ഉണ്ട്. അത് ഭയങ്കര ലൈറ്റ് വെയിറ്റും ഭയങ്കര എന്താണ്, ഒന്നിനും എന്താ പറയാ, ഒരു യൂസബിൾ അല്ല. ഒരു ദിവസം നമ്മുടെ ഈ കാനഡയിൽ തന്നെ ഒരു ദിവസം സൺ വന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കുറെ നമ്മുടെ ഇങ്ങനെ ഡേയ്സ് ഉണ്ട് നമുക്ക് ഇവിടെ സൺ കിട്ടാത്ത ഡേയ്സ്. നോർവേ അവിടെ ഒന്നും ഇല്ലല്ലോ, സണ്ണേ ഇല്ലല്ലോ. എത്ര 3 മാസമോ എത്ര മാസത്തേക്ക് സണ്ണില്ല. പക്ഷെ ഒരു ടെസറക്റ്റ് പോലെ, മാർവൽ യൂണിവേഴ്സിൽ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു ഇൻഫിനിറ്റി എനർജി. സണ്ണ് ഇപ്പൊ നോർവേയിൽ ഇല്ലെങ്കിൽ ഇപ്പൊ മറ്റേ സാറ്റലൈറ്റ് വെച്ച് മറ്റേ റിഫ്ലക്ട് ചെയ്ത് നമുക്ക് വരുത്താൻ പറ്റും. അതാ പറയുന്നത്, ഇതിനൊക്കെ കോസ്റ്റ് ഇല്ല കുറെ, അതൊക്കെ അവർ ചാർജ് ചെയ്യണ്ടേ. നിനക്ക് ഇത്ര മണിക്കൂറിന് ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ സംസ്ക്രിപ്ഷൻ എടുക്കണം, പൈസ ആക്കാം. ടെസ്ല ഇതൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു പ്രപ്പോസ് ചെയ്തായിരുന്നു. അപ്പം പുള്ളിക്ക് അറിയത്തില്ലായിരുന്നു ഗവൺമെന്റ് വാണ്ട്സ് ഇറ്റ് ടു ഗ്രോ ആൻഡ് അവർക്ക് പൈസ പിടിക്കണമായിരുന്നു. പുള്ളി പറഞ്ഞ് പാവപ്പെട്ട ആൾക്കാർ എന്നാ പൈസ വാങ്ങിക്കുന്നത്, അപ്പം പറഞ്ഞ എനിക്കും വേണ്ടെങ്കിൽ നന്നായിരുന്നു പറഞ്ഞ്. വേറെ സംഭവം, ഈ സോളാർ പാനൽ യൂസ് ചെയ്യാതെ ഇപ്പൊ വാച്ചില്, ഇപ്പൊ പണ്ടൊക്കെ വാച്ചില് സോളാർ പാനൽ ചെറുതുണ്ടാവും, കാൽക്കുലേറ്ററിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനിപ്പോ അമ്മൂന് മേടിച്ചു കൊടുത്ത ഒരു സിറ്റിസന്റെ മറ്റേ എക്കോ ഡ്രൈവ് എന്ന് പറഞ്ഞ സാധനമുണ്ട്. ആ സാധനത്തില് മറ്റേ മറ്റേ സോളാറാ അത് വർക്ക് ചെയ്യണത്. പക്ഷെ അതിനകത്ത് മറ്റേ സോളാർ പാനലില്ല, അതിന്റെ മറ്റേ ട്രാൻസ്പെറന്റ് ഗ്ലാസ് ഇല്ലേ, അത് സോളാർ പാനലാ. അപ്പൊ അങ്ങനെയാണെങ്കിൽ കാറുകളിലെ വിൻഷീൽഡും എല്ലാ ഗ്ലാസും ആ ടെക്നോളജി വെച്ച് ചെയ്താ എക്സ്പെൻസീവ് ആയിരിക്കും. അത് ബൾക്കായിട്ട് പിന്നെ എടാ അങ്ങനെ വെച്ചാൽ നമ്മുടെ ഹാൻഡ് മൂവ്മെന്റും ഇല്ല, അതുപോലെ എനർജിയാ. നമ്മുടെ ഓട്ടോമാറ്റിക് വാച്ച് എങ്ങനെ വർക്ക് ചെയ്യുന്നത്, ആ വാച്ച് ഇട്ടിട്ട് നീ കൈ നനയ്ക്കാൻ മതി. പക്ഷെ ഇതുണ്ടല്ലോ, ഇത് 6 മാസത്തേക്ക് ലൈറ്റ് ഇല്ലെങ്കിലും വർക്ക് ആവും. അതൊക്കെ നീ എപ്പോ വരെ വാച്ച് ഇടുന്നു, നിനക്ക് ജീവനുണ്ടോ അതുവരെ വാച്ചിന് ജീവനുണ്ട്. നീ എടുത്ത് കൈ അനക്കണല്ലേ, അതോ മറ്റേത് മെക്കാനിക്കൽ വാച്ച്? അത് മെക്കാനിക്കൽ വാച്ച് അല്ല, അതിന് ഓട്ടോമാറ്റിക് ആണ്. മെക്കാനിക്കൽ നമ്മുടെ മറ്റേ അത് കീ ശരിയാ. മെക്കാനിക്കൽ എന്ന് പറഞ്ഞാൽ തിരിക്കുന്നത്, ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കിനെ തിരിക്കാം, ഓട്ടോമാറ്റിക് രണ്ടും തിരിക്കാം. പക്ഷെ യൂഷ്വലി നമ്മുടെ ഹാൻഡ് മൂവ്മെന്റ്സ് അത് വൈൻഡ് ആവും ഓട്ടോമാറ്റിക് തന്നെ. അപ്പം അങ്ങനെ ഒരു അപ്പം എനിക്ക് ക്വസ്റ്റ്യൻസ് അത്രയൊക്കെ ഉള്ളായിരുന്നു. എനിക്കൊരു സങ്കടമായി പോയോ? സാരില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ഇനിയും ക്വസ്റ്റ്യൻസ് ഒക്കെ കൊണ്ടുവരാം. നിങ്ങൾ കമന്റ് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഫോർമാറ്റ് ഇഷ്ടപ്പെട്ടോ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട്. ഇൻ ഫ്യൂച്ചർ ഞങ്ങൾ വേറെയും ഫോർമാറ്റ്സ് ട്രൈ ചെയ്യാം. ഞങ്ങൾ രണ്ടുപേരോട് ചേർന്ന്
നിങ്ങൾ പറയൂ. അത് സത്യം പറഞ്ഞ അതൊരു ഡിസ്കഷന്റെ ഒരു വേ ആയിരുന്നു. അത് ഞങ്ങൾ അങ്ങനെ ഡിബേറ്റിലേക്ക് പോകും. ദാറ്റ്സ് ഫൺ ആസ് വെൽ. നിങ്ങൾക്ക് അതാണെങ്കിൽ ഇഷ്ടം, നിങ്ങൾക്ക് അതൊക്കെ പറയാം. ബട്ട് ഡു കോമെന്റ് ആൻഡ് പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പ്ലീസ് സബ്സ്ക്രൈബ്. ഞങ്ങൾക്ക് ഒരു റീച്ച് കിട്ടട്ടെ. റീച്ച് എന്ന് വെച്ചാൽ ഇത് വേറെ ആൾക്കാരുടെ അടുത്ത് പോയി അവരും എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു മോട്ടിവേഷൻ ആയിരിക്കും ഇങ്ങനത്തെ വീഡിയോസ് ഇനിയും ഉണ്ടാക്കാൻ വേണ്ടി. അപ്പം I think that's it. This is your host Ash signing off. Bye.